കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കൂടി നിൽക്കുന്നത്, അതായത് ഇവിടെ നീര് പോലെ വന്നിട്ടത് ഇപ്പോഴും അത് വലിയൊരു ചികിത്സ വേണ്ടി വരും. പെട്ടെന്ന് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടില്ല. അങ്ങനെ കരയാൻ പറ്റില്ലല്ലോ. കരച്ചിട്ട് ശരിക്കും ആംബുലൻസ് വിളിക്ക്, മണിയണ്ണനെ കൊണ്ടുപോകാൻ സമയമായി. ആംബുലൻസ് വിളിക്കണേ. ലാലേട്ടനെ കാണാനൊരു അവസരം കിട്ടുന്നു. ജനറലി എന്തോ സംഭവിക്കും അറിയണ്ട. ലാലേട്ടൻ വിളിച്ചു, ഇനി ബാക്കിയെല്ലാം അവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞ് ഓടുന്ന ജനങ്ങളാ. അദ്ദേഹം പോയില്ല. ഡെഡിക്കേഷനാണ്. അതിന് ലാലേട്ടൻ ഒരു മറുപടി അയച്ചു. അയ്യോ, അത് നമസ്കരിക്കാൻ തോന്നുന്ന ഒരു മറുപടിയാണ് തന്നത്. വയനാട്ടിൽ ഒരു സ്ഥലത്ത് ഒരു വൈദ്യനെ കാണുമ്പോൾ ഞാൻ ആ വൈദ്യൻ ട്രീറ്റ് ചെയ്യുന്നത് PCOD സ്ത്രീകൾക്കുണ്ടാവുന്ന, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം എന്നൊക്കെ വിളിക്കുന്ന വൈറ്റ് ഡിസ്ചാർജ് ഒക്കെയാണ്. വേറൊന്നുമല്ല, നമ്മുടെ കരിക്കും വെള്ളത്തിൽ ശരിക്കും പറഞ്ഞ വെള്ളപ്പോക്ക് അങ്ങനെയുള്ള PCOD ഒക്കെ നല്ല ഔഷധം. ഞാൻ എത്ര പേർക്ക് പറഞ്ഞു കൊടുത്തെന്നറിയോ? ചിലപ്പോൾ എന്ത് ചെയ്യുക, ഈ അസുഖത്തിന് എത്ര ലക്ഷം പൊട്ടിയിട്ടുണ്ടാവും എന്നറിയോ ചിലവർക്ക്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവസാനിക്കുന്ന എല്ലാം അവരുടെ യൂട്രസിലാണ്. അവർ യൂട്രസ് എന്തുമാത്രം ക്ലെൻസ്ഡ് ആണോ, ക്ലീൻ ആണോ, അത്രത്തോളം അവർ ബ്യൂട്ടിഫുൾ ലൈഫായിരിക്കും. യൂട്രസ് കറപ്റ്റഡ് ആകുമ്പോൾ അവരുടെ ലൈഫ് മൊത്തം തലകീഴ്ക്കാൻ പാടും അറിയാം. കുടുംബജീവിതം കോഞ്ഞാട്ടയാവും. മക്കളടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല, ഹസ്ബൻഡിൻ്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല, നാട്ടുകാർക്ക് ഭയങ്കര റിജിഡായിരിക്കും. എപ്പോഴും ഉണ്ടല്ലോ, രാവിലെ ഒരു 5 മിനിറ്റ് കണ്ണടച്ച് വെറുതെ ഇരുന്ന് നോക്ക്. പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, അത് കഴിച്ചുകൂടെ ഇത് കഴിച്ചുകൂടെ എന്ന്. ചെമ്മരിയാടുണ്ടായത് അവിടെയാണ്, നമ്മുടെ ആടുണ്ടായത് ഇവിടെയാണ്. നമ്മുടെ ഭക്ഷണ രീതികളാണ് നമുക്ക് വേണ്ടത് സാറേ. കാരണം നമ്മൾ ചുമ്മാ അവിടെ ഇരുന്ന് എന്ത് ചെയ്യുക, ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം കിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കണം. അതുപോലെ ഈ ആനച്ചൊറിയണ്ണത്തിൻ്റെ ഇലയില്ലേ, ചൊറിയണത്തിൻ്റെ കാര്യമോ സംസാരിക്കരുത്, ഓൾറെഡി ഞാൻ വയറിലാണ്. ഡോക്ടർ കേട്ടോണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം രാവിലെ പോയിട്ട് വയറ്റിൽ നിന്ന് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. കോടി ഉണ്ടായിട്ട് കാര്യമില്ല, വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ തീർന്നില്ലേ. മതിയുടെ എപ്പിസോഡ് നിർത്തിയാ മതി. ഒരു ഡോക്ടറുടെ ഇതൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാം. ഡോക്ടറിന് അറിയോ, സോഷ്യൽ മീഡിയയിൽ ഇനി വിളിക്കാനാരും ബാക്കിയില്ല. അത് ഒരു സ്പൂൺ എള്ള് കഴിച്ചാൽ അത്യാവശ്യം നമ്മളുടെ തോളിൻ്റെ നല്ല മസിലുകളുടെ ശോഷിപ്പ് മാറും. പക്ഷേ എള്ളുണ്ടയ്ക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഷെഫിൻ്റെ എള്ളുണ്ട കഴിച്ചപ്പോൾ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നാണോ നമ്മളെ വീട്ടിലെ പ്ലേറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇരിക്കുന്നത് കുറഞ്ഞു തുടങ്ങിയോ അന്ന് മുതൽ നമ്മൾ ഹോസ്പിറ്റൽ ജീവികളായി തുടങ്ങി. കാരണം ഹോസ്പിറ്റൽസ് അല്ല നിങ്ങളെ രോഗികളാക്കുന്നത്, നിങ്ങളുടെ പ്ലേറ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം എടുത്ത് ഇങ്ങനെ വയലിടും. എന്തുവാടാ വേണോ, നിനക്ക് വേണോ? Dr. Vishnu Mohan, lovingly known as Dr. Pulse, who is a master of ancient pulse diagnosis. Let's welcome him and listen to his lovely stories. Welcome, Dr. Vishnu Mohan. നമസ്കാരം. ഇതെൻ്റെ സുഹൃത്ത് മിസ്റ്റർ മണികണ്ഠൻ. ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ഡോക്ടർ പൾസ് എന്നാണ്. ഈ കുട്ടിച്ചാത്തനെ പോലെ അങ്ങനെ പൊതുവെ പ്രത്യക്ഷത്തിലൊന്നും കാണാൻ കിട്ടാറില്ല. വല്ലപ്പോഴൊക്കെ ചെപ്പ് തുറക്കുമ്പം ചാടി പുറത്തു വരും എന്നുള്ളതാണ് ഡോക്ടർ പൾസിൻ്റെ പ്രത്യേകത. കണ്ടാലൊരു കുട്ടിച്ചാത്തൻ ലുക്കൊക്കെ. ഡോക്ടർ പൾസ് ആക്ച്വലി പാലാ മെഡിസിറ്റിയിൽ അല്ലേ ഡോക്ടർ? മാർസ്ലീവ മെഡിസിറ്റി പാല. അവിടെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് നാച്ചുറോപ്പതി ഡോക്ടറാണ്. എൻ്റെ വൈഫും അവിടെ വർക്ക് ചെയ്യുന്നു. പിന്നെ ഞങ്ങളിവിടെ എറണാകുളത്ത് നമുക്കൊരു ക്ലിനിക്കുണ്ട്. എറണാകുളം കളമശ്ശേരി പൈപ്പ് ലൈൻ ജംഗ്ഷനിലാണ്. പിന്നെ കല്ലറയിലും ഉണ്ട്. അത് നമ്മുടെ മുത്തശ്ശന്മാരായി തുടങ്ങി. അത് ഞാനിങ്ങനെ തട്ടിയും മുട്ടിയും കൊണ്ടുപോകുന്നു. നമുക്ക് അറിയേണ്ട ആഗ്രഹം, ഞങ്ങൾക്ക് ഇപ്പം ഡോക്ടറിൻ്റെ ഇന്നത്തെ സ്റ്റോറി ഒന്നും അല്ല അറിയാൻ. എങ്ങനെയായിരുന്നു ഡോക്ടറിൻ്റെ കുട്ടിക്കാലം? ഇപ്പം ഇദ്ദേഹം പറഞ്ഞല്ലോ അല്ലേ, ഡോക്ടർ കുട്ടിക്കാലത്ത് ഇങ്ങനെ ആൾക്കാരെ പൾസൊക്കെ പിടിച്ച് നോക്കുമായിരുന്നോ? അതായത് എന്നാണ് മോനെ ഇഞ്ഞ് പാടാ ടീച്ചർ കൂടുതൽ പറഞ്ഞാൽ ടീച്ചറുടെ പൾസ് ഞാൻ നോക്കും, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അങ്ങനെയല്ല, ഇത്
എൻ്റെ മുത്തശ്ശൻ, അമ്മയുടെ അച്ഛൻ, അമ്മയുടെ കുടുംബം മൊത്തമാണ് വൈദ്യന്മാർ. അപ്പോൾ അമ്മയുടെ അച്ഛൻ വൈദ്യനായിരുന്നു. അപ്പം ഞാൻ എത്ര വർഷം വൈദ്യുതി പാരമ്പര്യം കാണും ഇതിന്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിലൊരു 4 തലമുറ മുന്നോട്ട് ബാക്കിലോട്ട് ഇതാണ് വൈദ്യ പാരമ്പര്യം ഉള്ളതാണ്. അതിന് മുകളിലോട്ടും ഉണ്ടാവും. ഇതിൽ നമുക്ക് മുത്തശ്ശൻ എന്ത് ചെയ്യുക, കൊച്ചിലെ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം മുത്തശ്ശൻ തിരുമുക, ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ ഓർമ്മയിൽ തന്നെ രാവിലെ പേഷ്യൻസ് വരുന്നുണ്ട്. മീൻസ് അന്ന് വൈദ്യനാണല്ലോ എൻ്റെ മുത്തശ്ശൻ. രാവിലെ വരുന്നു, തിരുമുന്നു, അല്ലെങ്കിൽ കൈ തെറ്റി വരുന്നു, അല്ലെങ്കിൽ കാല് തെറ്റി വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ചെയ്യുക, ഗ്രഹണി പോലുള്ള അസുഖങ്ങൾ, മറ്റസുഖങ്ങൾ, പനിയൊക്കെ പല അസുഖങ്ങളും വരുന്നു. എന്ത് ചെയ്യുക, രാവിലെ തന്നെ കുറേ പേര് വരും, നമ്മൾ ചികിത്സ കൊടുക്കും, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കും, മരുന്ന് ഉണ്ടാക്കി കൊടുക്കും. അന്ന് എനിക്കത് നോർമൽ ഹാബിറ്റാണ് എൻ്റെ വീട്ടിൽ. അപ്പം അങ്ങനെയാണ് ഞാനത് വളർന്നു വന്നത്. പക്ഷേ മുത്തശ്ശൻ പൾസൊക്കെ പിടിച്ച് നോക്കൂ, അത്യാവശ്യം നോക്കുമായിരുന്നു. പക്ഷേ ഇതിൽ മുത്തശ്ശനും എൻ്റെ അമ്മയുടെ ആങ്ങളെയും എൻ്റെ വൈദ്യനാണ്. അപ്പം അമ്മാവൻ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് ഗ്യാസ് ഉണ്ട്, ഇന്നലെ കഴിച്ച ഭക്ഷണം ശരിയായിട്ടില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇന്ന് വാദമുണ്ട്. ഞാൻ പറഞ്ഞു പിന്നെ ഗ്യാസ് നോക്കാനായിട്ട് പൾസ് വേറെ പണിയൊന്നുമില്ല. നല്ലവണ്ണം ഏകദേശം ഈ ഡോക്ടർ പഠനം തീർന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാനിത് റിയലൈസ് ചെയ്തത്. അതുവരെ അമ്മാവനൊക്കെ എനിക്ക് ഈ പൾസ് നോക്കുമ്പോൾ പിന്നെ വേറെ പണിയൊന്നുമില്ല, ഗ്യാസ് അറിയാൻ കൈ നോക്കണ കാര്യമില്ലല്ലോ, അടുത്ത് നിന്നാൽ പോരെ എന്നുള്ള രീതിയിൽ വരെ തമാശ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അത് കഴിഞ്ഞ് അന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഈ വഴിയിലേക്ക് വരുമെന്ന്. അതൊക്കെയാണ് ദൈവത്തിൻ്റെ ഓരോ ടിസ്റ്റുകളാണ്. പക്ഷെ അന്ന് ഞാൻ ശ്രദ്ധിച്ചത്, നമുക്ക് എന്താണോ നമ്മൾ കുട്ടിക്കാലത്ത് രുചിക്കുന്നത് ആ രുചി എന്ത് ചെയ്യുക അവസാനം വരെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമുക്ക് റോഡ് സൈഡിൽ കാണുന്ന ഈ തകരയുടെ ഇലയുണ്ട്. ആ തകരയുടെ ഇല ആരും പറഞ്ഞിട്ടില്ല, ഞാനത് പറിച്ചുകൊണ്ട് വന്ന് തോരൻ വെച്ച് എന്ത് ചെയ്യാന്ന് പറഞ്ഞ് തരാനായിട്ട് അമ്മയോട് പറയുമായിരുന്നു. അപ്പോൾ അമ്മ പറയും ഈ റോഡ് സൈഡിലേക്ക് എങ്ങനെയാണ് വിശ്വസിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എന്തോ അത് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതുപോലെ ഈ ആനച്ചൊറിയണ്ണത്തിൻ്റെ ഇലയില്ലേ, അത് കഴിക്കണം എന്നൊക്കെ എൻ്റെ ആഗ്രഹം. ചൊറിയണത്തിൻ്റെ ആരോട് സംസാരിക്കരുത്, ഓൾറെഡി ഞാൻ വയറിലാണ്. എന്നെ പറ്റി അറിയില്ല, കരിവേപ്പിലേക്ക് റോഡിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല, ചൊറിയണം തള്ളക്കി വിളിക്കുന്നു, ഇതൊക്കെയാണ്. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മാവിൻ്റെ അടുത്ത് മാറി നിൽക്കാൻ പറയാം, ഷെഫ് കണ്ടാ പറിച്ച് കറി വെച്ച് കളയണം. അപ്പൊ ആനച്ചൊറിയണത്തിന്റെ ഗുണങ്ങൾ പറയൂ കേൾക്കട്ടെ. ഡോക്ടറാ പറയുന്ന, ഡോക്ടർ കേട്ടോണം. ആനച്ചൊറിയണത്തിന് ഇല തോരൻ വെച്ച് കൊടുക്കുക. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, ഞങ്ങൾ വീട്ടിൽ വെജിറ്റേറിയൻസ് ആണ്, എന്നാൽ പോലും ഞാനന്ന് അമ്മയോട് ഒരു ബിരിയാണി വെച്ച് തരാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു വേറെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും. ഡോക്ടർ വെജിറ്റേറിയനാ, പിന്നെ ബിരിയാണി വെക്കുന്നവരോട് നിൽക്കട്ടെ, ബാക്കി കാര്യം പക്കാ വെജിറ്റേറിയൻ. പക്ഷെ എന്നാലും എനിക്കത് തോന്നിയില്ല എന്നുള്ളതാണ്. എൻ്റെ അമ്മ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ തോരൻ വെച്ച് അങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് ഈ പൂർവികരുടെ ഒരു ശക്തി നമ്മളിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അവർ ചെയ്ത് എന്നിൽ എന്ത് ചെയ്യുക, ആ ഒരു ശക്തി ഇപ്പോഴും ഈ സീറ്റിലും ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ. കാരണം എന്ത് ചെയ്യുക, പാചകത്തിൻ്റെ മോഹൻലാലാണ് നിങ്ങൾ. ഇപ്പോൾ പഠിക്കാൻ ചെല്ലുന്നു, ഈ പഠിക്കുന്നിടത്തൊന്നും പൾസ് നോക്കിയിട്ടില്ല? ഇല്ല, ശരിക്കും നമുക്ക് ഡോക്ടർ പഠനത്തിലൊരു ചാപ്റ്റർ ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിലിത് നോക്കുന്നുണ്ട്, മുത്തശ്ശൻ നോക്കുന്നുണ്ട്, അമ്മാവൻ നോക്കുന്നുണ്ട്. അവരൊക്കെ ചെറിയ രീതിയിലോ അല്ലെങ്കിൽ പണ്ടൊക്കെ നല്ലോണം നോക്കിയിട്ടുണ്ടാവും മുത്തശ്ശൻ. പക്ഷെ എന്നാലും നോക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുക, അമ്മാവൻ എന്നെ മർമ്മചികിത്സ പഠിപ്പിച്ചു, അല്ലെങ്കിൽ തിരുമാൻ പഠിപ്പിച്ചു, അല്ലെങ്കിൽ കറക്ഷനൊക്കെ എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ കുറേ എന്ത് ചെയ്യുക ചികിത്സയുടെ കാര്യങ്ങളും പറഞ്ഞു തന്നു. അതിനുശേഷം ഞാൻ ഡോക്ടർ പഠനത്തിന് പോയി. അവിടുന്ന് പൂനെയിലാണ് എന്തെങ്കിലും ജോലി കിട്ടിയത്. അവിടുന്ന് എനിക്ക് വടകരയിൽ നമ്മളുടെ പാർട്ടിയുടെ ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു, സഹകരണ ആശുപത്രി. അവിടെ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജോലിക്ക് വരികയും അവിടെ ഒരു പപ്പു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പം അലോപ്പതി ഡോക്ടറാണ്. അപ്പോൾ ഈ ഡോക്ടർ എന്ത് ചെയ്യുക, നല്ല പ്രായമുണ്ട്. അന്ന് തന്നെ ഞാൻ കാണുമ്പോൾ തന്നെ 90 വയസ്സും കണ്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പൾസ് നോക്കിയിട്ട് തൈറോയ്ഡ് ഉണ്ട്, ഒരു മരുന്ന് എഴുതി പോയി. ഇനി പേഷ്യൻസ് എന്തെങ്കിലും ചോദിക്കുമെന്ന് ഓർത്തു, ഇത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. പക്ഷേ അത് നോക്കിയെന്ന് വെച്ചോ, അത് അച്ചട്ടാ. അദ്ദേഹം എന്താണോ അത് പറയുന്നത്, അദ്ദേഹം ഒരു ഡോക്ടർ പപ്പു അല്ലേ? അതെ, അത് വടകരയിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും എന്ത് ചെയ്യാന്ന് പറഞ്ഞ പപ്പൻ ഡോക്ടർ എന്നൊക്കെ പറയും, അറിയാമായിരിക്കാം. അദ്ദേഹം ഇത് നോക്കിയത് കണ്ടപ്പോഴാണ്
എൻ്റെ ഉള്ളിലുള്ള ഈ സാധനം അയ്യോ ഇതെനിക്കതറിയാലോ, ഞാനിതിനെ പുച്ഛിച്ച് കളുവാണല്ലോ. പിന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞ് എന്നെ കണ്ണ് തുറപ്പിച്ചത്. ഈ കുട്ടിക്കാലത്ത് ഓർമ്മകളിൽ ഇപ്പം അമ്മ വെച്ചിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം ഏതായിരിക്കും? എനിക്ക് അവിയലും ചുണ്ടുതോരനൊക്കെ എനിക്ക് അമ്മയുടെ ഭയങ്കര ഫേവററ്റാണ്. പക്ഷേ ഈ ചേമ്പിൻ്റെ കൂമ്പുണ്ടല്ലോ, അതിങ്ങനെ മടങ്ങിയല്ലേ ഇരിക്കുന്നത്, അത് അങ്ങനെ തന്നെ പറിച്ച് അതിൻ്റെ തന്നെ നാരുകൊണ്ട് കെട്ടി കടലമാവിൽ മുക്കി എണ്ണയിൽ വറുത്ത് വൈകുന്നേരം ചായയുടെ കൂടെ കടിക്കാൻ. പത്രവട എന്ന് പറയുന്ന സാധനം അതുമായിട്ട് ബന്ധമുണ്ടോ? പത്രവട അല്ലേ, അങ്ങനെ ഒരു സാധനമാണ്. അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് അമ്മ ഉണ്ടാക്കി ഇടയ്ക്ക് എനിക്ക് തരും. എനിക്ക് അമ്മ ഈ ചേമ്പ് കാണുമ്പോൾ അമ്മയെ ഓർക്കുന്ന ഒരാൾ ഞാനാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ആനച്ചോറിയണം കാണുമ്പോഴും അമ്മയെ ഓർക്കുന്ന ആൾ ഞാനായിരിക്കും. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് മാത്രമല്ല, ഈ ആനച്ചോറിയണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിൽ നിന്ന് വലിയ ഒരു പ്രശ്നമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നളൻ സാറിൻ്റെ തന്നെ ഷെഫിൻ്റെ തന്നെ ഒരു വീഡിയോ കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം രാവിലെ പോയിട്ട് വയറ്റിൽ നിന്ന് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. കോടി ഉണ്ടായിട്ട് കാര്യമില്ല, വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ തീർന്നില്ലേ. മതിയുടെ എപ്പിസോഡ് നിർത്തിയരാ മതി. ഒരു ഡോക്ടറുടെ നിന്നൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാം. ഡോക്ടറിന് അറിയോ സോഷ്യൽ മീഡിയയിൽ ഇനി വിളിക്കാൻ ആരും ബാക്കിയില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം എൻ്റെ പൊന്നു സാറേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ നോക്കി പറഞ്ഞു വയറ്റിൽ നിന്ന് പോകുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാ സാറേ എന്തുണ്ടായിട്ടെന്താ, വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ ഒരു സാറ് പറഞ്ഞില്ലേ വയറ്റിൽ നിന്ന് പോയില്ല, അത് തന്നെയാണ് ഭാഗ്യമില്ല എനിക്ക് അങ്ങനെയുള്ള മരുന്ന് തരാൻ. അപ്പം ഞാനാലോചിച്ചു ഏത് റേഞ്ചിലാണ് ഇത് പോയത്. വിഷയം എന്താ അറിയാമോ ഡോക്ടറെ, ഇപ്പം നമ്മളെ മലയാള ഭാഷയെ ഇപ്പോൾ ഡോക്ടറുടെ പൾസ് നോക്കുന്ന വിദ്യയെ തന്നെ പുച്ഛിക്കുന്ന ഒരുപാട് പേര് കാണും. അതെ, ശരി. നമ്മളുടെ പരമ്പരാഗതമായ കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ, ദൈവികത ഉണ്ടെങ്കിൽ, അതെന്തുകൊണ്ട് ഇപ്പോൾ ചൈനയിൽ ചെന്നാൽ താങ്കൾ മനസ്സിലാക്കണ്ടേ, ചൈനീസ് മെഡിസിൻ ഇല്ലാതൊരു ഹോസ്പിറ്റൽ തുറക്കാൻ പാടില്ല. അറിയോ, എന്ത് 5 സ്റ്റാർ ഹോസ്പിറ്റലായാലും അതിൽ ഒരു ചൈനീസ് മെഡിസിൻ്റെ ക്ലിനിക്ക് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കത്തില്ല. അങ്ങനെ ആയിരിക്കണ്ടേ നമ്മളെ കേരളം? നമ്മൾ ആയുർവേദം എന്ന് പറയുന്നിടത്തു നിന്നല്ലേ എല്ലാം തുടങ്ങിയത് തന്നെ. അപ്പോൾ അതിനകത്ത് ഇദ്ദേഹത്തിനെ പോലത്തെ സിദ്ധന്മാരുണ്ടാവുമ്പോൾ ഇവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക. എത്രയോ സിദ്ധന്മാരായിട്ടുള്ള വൈദ്യന്മാർ ഇതേപോലെ അന്യം തിന്നു പോയി എന്നറിയും. ഇപ്പം പ്രഭാകരൻ വൈദ്യർ എന്ന് പറയുന്നൊരു വൈദ്യരുണ്ട്, കേട്ടിട്ടുണ്ടോ? ഓയൂർ ആണ് പുള്ളിയുടെ സ്ഥലം. പുള്ളി ഏകദേശം ഇപ്പോൾ ഒരു 90 വയസ്സെങ്കിലും ആയി കാണും. ഇതേപോലെ കാലിൻ്റെ നാടി പിടിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരിക്കലെങ്കിലും ഡോക്ടർ പ്രഭാകരൻ വൈദ്യരെ ഒന്ന് പോയി കണ്ട് ബ്ലെസ്സിങ് വാങ്ങിക്കണം. ഈ പ്രഭാകരൻ വൈദ്യർ ഞാൻ ആക്ച്വലി എനിക്കൊരു 105 കിലോ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ പ്രഭാകരൻ വൈദ്യരെ പറ്റി അറിഞ്ഞിട്ട് ചെല്ലുക കാണാൻ. അപ്പോൾ പുള്ളി എൻ്റെ കാലിൻ്റെ പൾസൊക്കെ പിടിച്ച് കറക്ഷനൊക്കെ ചെയ്ത് വിട്ടു, കുറച്ച് മെഡിസിൻ. അങ്ങനെ ഞാൻ പിന്നെ തടി കുറയ്ക്കുക. എൻ്റെ തടി കുറയ്ക്കുന്ന സംവിധാനം ഒന്ന് ശ്രദ്ധിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇദ്ദേഹത്തിനെ ഇത്രയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുന്നതിൻ്റെ റീസൺ ഒന്ന് പ്രഭാകരൻ വൈദ്യരും കൂടെ. അങ്ങനെ ഞാൻ നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്ന് ഒരു ദിവസം എനിക്ക് നടുവെട്ടുകയാണ്. നടുവെട്ടിയിട്ട് എനിക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യാത്തൊരു നികൃഷ്ടമായ അവസ്ഥ. പെയിൻ കില്ലർ എടുക്കുന്നു. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് മറ്റേ കുത്തിവെക്കുന്ന പെയിൻ കില്ലറൊക്കെ എടുക്കുന്നു. അങ്ങനെ മരിച്ചുപോയ SN മെഡിക്കൽ കോളേജിൻ്റെ പുത്തൂരുള്ള മെഡിക്കൽ കോളേജിൻ്റെ ശ്യാം ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ കരയുകയാണ്. കാരണം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പ്രഭാകരൻ ഡോക്ടർ അന്ന് കൊണ്ടുപോയില്ലേ, നമുക്ക് അവിടം വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്ന് ബ്രദർ, എന്നെ എടുത്തുകൊണ്ടാണ് അകത്തോട്ട് പോകുന്നത്. ഈ കാലിൻ്റെ പൾസ് പിടിച്ച് നോക്കുന്നു, പിടിച്ച് കറക്ഷൻ ചെയ്യുന്നു, എൻ്റെ ഇരിക്കാനും എണീക്കാനും പറയുന്നു. ഞാൻ നടന്നു വന്ന് വണ്ടി കയറുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഒരു 350 രൂപ 450 രൂപ വാങ്ങിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞത് L4 L5 ചാടിപ്പോയി, എന്നെ സ്കാൻ ചെയ്യണം, മറ്റേ വലിയ സ്കാനിങ് ഉണ്ടല്ലോ, MRI എടുക്കണം. MRIക്ക് മാത്രം ഒരു 10,000 രൂപയ്ക്കകത്തങ്ങ് ഉണ്ടാവും, 550-650 രൂപയ്ക്ക്. എന്നിട്ട് എനിക്ക് കുറച്ച് വ്യായാമം പറഞ്ഞു തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് മേലെ ഈ വ്യായാമം ചെയ്ത് മാറ്റിക്കോണം, മേലെ ഇനി അസുഖമായിട്ട് ഇങ്ങോട്ട് ഈ പറയുന്ന ഡയലോഗാണ് മുരടൻ. ഈ വൈദ്യർ അങ്ങനെ നമ്മളെ രണ്ടാമത് നോക്കാൻ പുള്ളി ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങോട്ട് ഇയാൾ എന്തുവാടേ ഇത് പൊണ്ണത്തടിയൻ, ഇയാൾ മര്യാദയ്ക്ക് പോയി കുറേ വ്യായാമമൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക. നമ്മൾ പെണ്ണുങ്ങളാണ് എടി ഇങ്ങോട്ട് മാറിയെന്ന്, എന്തോ അടി കൊച്ചത്, ഇതെന്തോ തടി ഇത്, നമ്മൾ ഇന്ന് പറയും ബോഡി ഷേമിംഗ് ആണെന്ന് പറയും. ഇന്ന് അതിനെല്ലാം തേജോവധം ചെയ്തിരിക്കും. ഇപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരെയാണ്. ഇപ്പം മാങ്ങയുടെ കുരുവിന് മലയാളത്തിൽ മാങ്ങാണ്ടി എന്ന് തന്നെയല്ലേ പറയുന്നത്, അല്ലേ? വേറെ എന്തെങ്കിലും പറയൂ? മാങ്ങാക്കുരു എന്ന് പറയൂ? ഇല്ല. പക്ഷേ നമ്മൾ അല്ലേ ഇല്ല പറയത്തില്ലല്ലോ. പക്ഷെ നമ്മൾ അണ്ടി എന്ന് പറഞ്ഞാൽ തെറിയായി. അണ്ടിപ്പരിപ്പിന് നമുക്ക് അണ്ടിയുടെ ബിസിനസ്സാണെന്ന് പറയാം. അപ്പോൾ എന്തിനാണ് നമ്മളെ തലയ്ക്കകത്തിട്ട് ഇത് പാചകം ചെയ്ത് നശിപ്പിച്ച് നമ്മളെ മലയാള ഭാഷയെ
അല്ലേ ഒരു സംസ്കാര ശൂന്യമായ ഭാഷയാക്കി മാറ്റുന്നത്. ഇത് പലപ്പോഴും എന്ത് ചെയ്യാന്നറിയോ, ഇത് ഞങ്ങളാണത് ഫേസ് ചെയ്യുന്നത്. ചില ആൾക്കാർ വന്നിട്ട് അവരുടെ രോഗം അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ ചില ഭാഷയിൽ പറയാൻ പോലും പറ്റത്തില്ല. പലപ്പോഴും എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് പോവാന്നൊക്കെ. അവരുടെ ആ ഒരു നാച്ചുറൽ ഇതിൽ ഡോക്ടറിനോട് അത് പറയാൻ പല ഭാഷയിൽ പറഞ്ഞാൽ മോശമാവുമെന്ന് വിചാരിച്ചിട്ട് അവർ പറയില്ല. എനിക്ക് ഡോക്ടർ ചോദിക്കുകയാണ്, ഇപ്പോൾ 90 വയസ്സുള്ള ഒരു 85 വയസ്സായ അമ്മ അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ടില്ല, ഡോക്ടറെ അടുത്ത് വന്നിട്ട് പറയുമോ എൻ്റെ വയറ്റിൽ നിന്ന് ഗ്യാസ് പോകുന്നില്ല? ഒരിക്കലും പറയുന്നില്ല, ബുദ്ധിമുട്ടാണെന്ന് പറയുള്ളൂ, വയറ്റിൽ നിന്ന് പോകില്ല. മോനെ എനിക്ക് എന്താ അറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വളി പോകുന്നുണ്ട് അല്ലേ, അതിനകത്ത് എന്താ തെറി? ഡോക്ടർ പറ. ശരിയാണ്, ആ ഫീല് നമുക്കും കിട്ടും. ശരിയല്ലേ? ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഈ മാസ്ക്, ഈ അണ്ടി എന്ന് പറയുന്നത് എങ്ങനെയാ തെറിയാവുന്നത്? വിത്ത് എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? ആ വിത്തിന്റെ വിസ്മയം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വിസ്മയമാണ്. പലപ്പോഴും അത് സ്ത്രീകള് അവരുടെ രോഗം പറയൂ സംസാരത്തിൽ അവർക്ക് പലപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലുണ്ട്, അതവർ ചൊറിച്ചിലുണ്ടെന്ന് പറയില്ല, അവർക്ക് സ്കിന്നിൽ ഒരു പാടുണ്ടെന്നോ ശരിക്കുള്ള എന്താണെന്നുള്ളത് ഈ ചൊറിച്ചിൽ എന്നുള്ള പേര് പറയാനായിട്ട് പലർക്കും പേടിയാണ്. കാര്യമായിട്ട് പറയും സ്വന്തം രോഗം പറയാൻ ബുദ്ധിമുട്ടുന്ന മലയാളികൾ എന്താണ് ഡോക്ടർ? അത് ശരിയാണ്. അതിനൊരു അവയർനെസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? വളരെ ശരിയാണ്, ഒരു തെറ്റുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ പറയുന്നവനും കേൾക്കുന്നവനും ഒരേപോലുള്ള അവസ്ഥയാണെങ്കിൽ പ്രശ്നമില്ല. ഇത് എവിടെയോ ഒരു അസന്തുലിതാവസ്ഥ വരുന്നിടത്താണ് ആൾക്കാർ മടിക്കുന്നത്. ഇപ്പൊ കഞ്ഞി എന്ന വാക്കിനെ പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, പോടാ കഞ്ഞി എന്ന് വിളിച്ചാൽ താങ്കൾക്ക് ദേഷ്യം വരുമോ ഇല്ലയോ? എന്തിനാ ദേഷ്യം വരുന്നത്? ഞാൻ തൂറുമ്പോഴും എനിക്ക് പനി വരുമ്പോഴും എനിക്ക് അസുഖം വരുമ്പോഴും ഞാൻ തലകുത്തി കിടക്കുമ്പോഴും എൻ്റെ വായിലും എൻ്റെ വയറ്റിലും എത്തിപ്പെടാൻ പറ്റുന്ന ഒരേ ഒരു ആഹാരമാണ് കഞ്ഞി. അപ്പോൾ താങ്കൾ എൻ്റെ ചങ്കല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അങ്ങനെ കണ്ടുകൂടെ? അവസാനത്തെ കാലത്ത് അത് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എന്നെ കഞ്ഞി എന്ന് വിളിച്ചാൽ ഞാൻ പറയും ആന്നടാ ഞാനാണ് അതിൻ്റെ ചങ്ക്. അങ്ങനെ ഡോക്ടറുടെ കുട്ടിക്കാലം സ്കൂളുകളിൽ പഠിച്ചിരുന്ന സമയം, സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഡോക്ടർ ആവണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ ഒരു ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ചെറിയ വിദ്യകളൊക്കെ അറിയാമല്ലോ. അതായത് നമുക്ക് ഉളുക്കുണ്ടെങ്കിൽ ശരിയാക്കി കൊടുക്കുക. അപ്പോൾ അതുപോലെ നിന്നിട്ട് പിന്നെ അപ്പൂപ്പൻ പിന്നെ അമ്മാവൻ ചെറിയ ചെറിയ വിദ്യകളാണെങ്കിലും ഇവിടെ നമ്മൾ കൈയൊക്കെ മിക്കവാറും ഡിസ്ലൊക്കേഷൻ അന്നും എനിക്ക് ശരിയാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ കൈയുടെ ഡിസ്ലൊക്കേഷൻ മാറുന്നിടത്താണ് നമ്മൾ എന്ത് ചെയ്യുക. അന്ന് വലിയ കളരിയൊന്നും അറിയില്ലെങ്കിലും അവർ എന്തോ കളരി അറിയാവുന്ന ആളാന്നൊക്കെ ഓർത്തിട്ട്, ഞാൻ ചെറുതല്ലേ പക്ഷെ എന്നാലും കളരി അറിയാം എന്നുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ ആയിരുന്നു. പ്രശ്നമാണ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വൈദ്യർ കുടുംബത്തിനകത്ത് ഈ പറയുന്ന മരുന്നുപുര ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഒരു നിർഭാഗ്യം എന്ന് പറയട്ടെ, ഞാൻ 5ാം ക്ലാസ് എത്തുന്നതിന് മുമ്പേ എൻ്റെ മുത്തശ്ശൻ മരിച്ചുപോയി. അത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യവും നിർഭാഗ്യവുമാണെന്ന് തോന്നുന്നു. കാരണം മുത്തശ്ശൻ തലവെച്ച് അനുഗ്രഹിച്ച ഒരാൾ എനിക്ക് തോന്നുന്നത് അമ്മാവൻ കഴിഞ്ഞാൽ ഞാനാണ്. അത് എന്തെങ്കിലും അദ്ദേഹത്തിന് അറിയാമായിരുന്നിരിക്കാം ഞാൻ ഈ മേഖലയിൽ വരുന്നെന്നുള്ളത്. അവർക്കൊക്കെ പല കാര്യങ്ങളും അറിയുമല്ലോ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പിന്നെ അമ്മാവൻ്റെ അടുത്ത് പോയപ്പോൾ അമ്മാവൻ ഇതുപോലെ തന്നെ മരുന്നുകൾ ഉണ്ടാക്കുമായിരുന്നു, അതുപോലെ എണ്ണകൾ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചില മരുന്നുകളൊക്കെ നമുക്ക് ഈ എല്ലാത്തിലും എള്ള് ചേരും. പക്ഷേ എള്ളുണ്ടയ്ക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഷെഫിൻ്റെ എള്ളുണ്ട കഴിച്ചപ്പോൾ മാത്രമാണ്. അപ്പം അത് എന്താ ഈ എള്ള് നമ്മളുടെ പല മരുന്നിനും ചേരുന്നതാണ്. ഭയങ്കര ഔഷധമാണ്. എള്ള് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു സ്പൂൺ എള്ള് കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് മസിൽസ്, ഇപ്പം എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഫ്രോസൺ ഷോൾഡർ. നമുക്ക് തോളിൻ്റെ മസിൽ മെലിയുക അല്ലെങ്കിൽ ശോഷിക്കുക. ഒരു സ്പൂൺ എള്ള് കഴിച്ചാൽ മതി. ഒരു സ്പൂൺ എള്ള് കഴിച്ചാൽ അത്യാവശ്യം നമ്മളുടെ തോളിൻ്റെ നല്ല മസിലുകളുടെ ശോഷിപ്പ് മാറും. താങ്കളുടെ മുടിയാണ് താങ്കളുടെ ഐഡന്റിറ്റി. താങ്കളുടെ മുടിക്ക് താങ്കൾ എല്ലാ ദിവസവും ഒരു സ്പൂൺ എള്ള് കഴിക്കണം. ഒരു സ്പൂണല്ല, കഴുകി ഉണക്കി പൊടിച്ച് കഴിക്കണം. ഈ വൃത്തിയുടെ സാധനം വാങ്ങിച്ച് അങ്ങനെ തിന്നരുത്, അല്ലേ ഡോക്ടറെ? പിന്നെ നമ്മളെ പറ്റിയുള്ള ചീത്തപ്പേരാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയെ പറ്റി ഡോക്ടറിന് എന്താ പറയുക? വെളിച്ചെണ്ണ ഏറ്റവും നല്ലതല്ലേ? വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ രാവിലെ കഴിച്ചാൽ അത് നല്ലതാണ്. അത് വെന്ത വെളിച്ചെണ്ണയും ഈ കോൾഡ് പ്രസ്ഡ് ഹോട്ട് പ്രസ്ഡ് വെളിച്ചെണ്ണകളെ പറ്റി എന്താണ് അതിൻ്റെ വ്യത്യാസം? എന്നാണ് അതിലെന്താണെന്നറിയാമോ, നമുക്ക് ശരിക്കും പറഞ്ഞ വെളിച്ചെണ്ണയുടെ മൂല്യം കിട്ടണമെങ്കിൽ നമ്മളുടെ ഈ ശരിക്കും ചൂടായ വെളിച്ചെണ്ണയിൽ ശരിക്കുള്ള സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സ് അതിൻ്റെ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ 5ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ തന്മാത്രയുടെ ഓരോ സ്ട്രക്ചറൊക്കെ ഉണ്ടല്ലോ, അതിൽ ഓരോ ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ട് ഉണ്ടാവും. ക്ലാസ്സിൽ മണിയെണ്ണം കയറിയില്ല. അറിയാവുന്ന മോഹൻലാലിന്റെ തന്മാത്രയാ, ഒന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിൽ ഈ ചൂടാകുമ്പം ഈ ബോണ്ട് പൊട്ടിപ്പോവും. അപ്പൊ ബോണ്ട് പൊട്ടിപ്പോകുമ്പോഴത്തേക്കും ആ എണ്ണയുടെ
എന്താ പറയുക സ്ട്രക്ചർ മാറി അത് ഒരു ടോക്സിക്കാണ്, അല്ലെങ്കിൽ അതിന് ശരിക്കുള്ള സ്വാഭാവിക ഗുണമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞത് ചൂടാകാതെയുള്ള വെളിച്ചെണ്ണയാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അതാണ് ജസ്റ്റ് ഈ കൊപ്രയൊക്കെ ജസ്റ്റ് പ്രസ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന എണ്ണയ്ക്ക് ശരിക്കുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, അതായത് നമുക്ക് നല്ല കൊഴുപ്പ് HDL എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, നല്ല കൊഴുപ്പ് വേണം. ആ കൊഴുപ്പുള്ളത് ഈ നല്ല വെളിച്ചെണ്ണയ്ക്കാണ്. ഇപ്പോൾ ഷെഫൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വെളിച്ചെണ്ണ. അതെ. ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ വയറ് സംബന്ധമായ ഉദര സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം നമ്മളെ വെന്ത വെളിച്ചെണ്ണ കഴിച്ചിട്ടുണ്ടോ? വെന്ത വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ ചോറിൽ കുഴച്ച് കഴിച്ചാൽ ഉള്ള അല്ലേ? അതെ, ഏറ്റവും നല്ലതാണ്. ചോറിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഇച്ചിരി ഉപ്പും കൂടെ കഴിച്ചു നോക്ക്. ശരിക്കും പറഞ്ഞ വേറെ അതെ, വെളിച്ചെണ്ണയുടെ അച്ഛൻ അല്ല, നമ്മുടെ സാധാ അല്ല, ഈ ചോറിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഇച്ചിരി ഉപ്പും ഇച്ചിരി എന്ത് ചെയ്യുക, നമ്മുടെ ചെറിയുള്ളിയില്ലേ, ചെറിയുള്ളിയും കൂടെ അരിഞ്ഞിട്ട് നമ്മൾ കഴിച്ചു നോക്ക്. കുട്ടികൾക്ക് എന്ത് ചെയ്യുക, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇത് കൊടുക്കും. നല്ലതാണ്, നമുക്കും കഴിക്കാം. ബേസിക്കലി ചെറിയ ഉള്ളിയും ചെറുതേനും അല്ലേ? എന്ത് ഗുണങ്ങളാണ് ഡോക്ടർ? ചെറിയ ഉള്ളിയും ചെറുതേനും കഴിച്ചു കഴിഞ്ഞാൽ വിര കുറയാൻ നല്ലതാണ്, വയറ്റിൽ നിന്ന് പോകും, ഗ്യാസിന് നല്ലതാണ്. പിന്നെ നമുക്ക് തൊണ്ടയിലുള്ള ഇൻഫെക്ഷൻസ്, ഇപ്പോൾ ഈ കോവിഡിന് ശേഷം പലർക്കും സൗണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് പലപ്പോഴും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ ഇൻഫെക്ഷൻസ് കോമൺ ആണ്. നമുക്ക് ത്രോട്ട് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ത്രോട്ട് ഇമ്മ്യൂണിറ്റി ഇപ്പോൾ കുറവാണ്. അപ്പോൾ അതിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, ഈ തേനും ചെറിയുള്ളിയും കൂടെ കഴിച്ചാലും നമ്മുടെ സൗണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊക്കെ നല്ലതാണ്. കുറച്ച് കുർക്കുമീൻ കണ്ടന്റുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം അല്ലേ ഡോക്ടർ? ഏറ്റവും നല്ലതാണ് കുർക്കുമീൻ കണ്ടന്റ്. ഇതിൻ്റെ എല്ലാം ക്വാളിറ്റിയുള്ള സാധനം കിട്ടണം മണിയുണ്ട്, അതാണ് അതിൻ്റെ വിഷയം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഇപ്പോൾ ഡോക്ടറെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടറിൻ്റെ മെഡിസിൻസ് അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഡോക്ടർ തരുന്ന ചികിത്സ, ഡോക്ടർ ടൈം എടുത്ത് ചെയ്യുമ്പം പലർക്കും ഇന്ന് പരാതി ഉള്ളതെന്ന് വെച്ചാൽ പലരും പരാതിപ്പെടുന്നത് ഡോക്ടറെ വിളിച്ചാൽ കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ സ്വാഭാവികമായിട്ടും ജനങ്ങളോട് മനസ്സിലാക്കാൻ പറയുന്നത്, അദ്ദേഹം ഒരു മനുഷ്യനാണ്, സൂപ്പർമാനൊന്നും അല്ലല്ലോ അല്ലേ? നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിമിതികളിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ജേക്കബ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് 12 മണിക്കും ഇദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പം ഞാൻ അടുത്ത ദിവസം വെളുപ്പാങ്കാലത്ത് 4 മണിക്കും ഇദ്ദേഹം പേഷ്യൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3 മണിക്കൂറാണ് ഉറക്കം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഡോക്ടർ വിഷ്ണുമോഹനെ താങ്കൾ അറിയുമെങ്കിൽ മണി മൈൻഡഡ് അല്ല, പക്ഷേ ആൾക്കാരുടെ അടുത്ത് നോ പറയില്ല. അതിന് പകരം പതുക്കെ പോവുക ചെയ്യുന്നത്. കാരണം ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇദ്ദേഹം തിരിച്ചു വിളിച്ചില്ലെങ്കിലും. ഇപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി ഭയങ്കര ഒരു പേരുദോഷമുള്ളത്, ഡോക്ടറെ വിളിച്ചാൽ കിട്ടത്തില്ല, ഫോൺ എടുക്കത്തില്ല. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം പറയാനുള്ളത്, അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ വിളിക്കുക, അദ്ദേഹം മാക്സിമം അദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് 4 റോബോട്ട്സിനെയും കൂടെ വെച്ചിട്ട് പൾസ് നോക്കി പറയാൻ പറ്റില്ലല്ലോ, അങ്ങേര് തന്നെ കൈയെടുത്ത് പിടിച്ച് നോക്കി പറയണ്ടേ? ഞാനത് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ്, ആ വാച്ച് ഒന്ന് എടുത്ത് അപ്പുറത്തെ കയ്യിലോട്ട് മാത്രം പറഞ്ഞാൽ എല്ലാം പറയുന്നു. അതെ, എല്ലാം പുള്ളി ചെറിയൊരു മെൻ്റലിസ്റ്റും കൂടാണ്, ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഞാൻ ഇടതുകയാണ് നോക്കുന്നത്. പിത്തമ്പൽസാണ് കൂടി നിൽക്കുന്നത്, അതായത് ഗ്യാസും ആസിഡിറ്റിയും നല്ലോണം ഉണ്ട്. അതുപോലെ ഇടയ്ക്ക് ആസിഡിറ്റി കൂടുമ്പോൾ നമുക്ക് തലവേദന ഉണ്ടാവാം, ഇപ്പം മൈഗ്രെയിൻ പോലെ തലവേദന ഉണ്ടാവാം ഇടയ്ക്ക്. അത് എപ്പോഴും ഒന്നും ഇല്ലല്ലോ അല്ലേ, ഇടയ്ക്കല്ലേ ഉള്ളൂ. പിന്നെ ഈ കാലിൻ്റെ ഉപ്പൂറ്റിക്കൊക്കെ ചെറിയ നീർക്കെട്ടലുണ്ട്, വേദനയുണ്ട്. അത് ഒന്ന് ആ എല്ലിന് തേയ്മാനം ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഇടയ്ക്ക് കൂടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. യൂറിക് ആസിഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ചെക്ക് ചെയ്ത് കൂടുതലായിരുന്നു അത് ഇപ്പോൾ 2 ദിവസം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ യൂറിക് ആസിഡ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടുന്നുണ്ട്. അതുപോലെ വയറ്റിൽ നല്ല ഗ്യാസ് ഉണ്ട്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുക, സാർ അങ്ങോട്ട് വന്നാൽ മതി, എല്ലാം ഇതിൽ പറയാൻ പറ്റില്ല. ഫാറ്റി ലിവർ ഉണ്ട്, പിന്നെ കഫക്കെട്ടലുണ്ട് ചെറുതായിട്ട്, ത്രോട്ടിൽ ചെറിയ ഫാരിഞ്ചൈറ്റീസ് പോലെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ചില സമയത്ത് നമുക്ക് സൗണ്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ ചുമയുണ്ടാവാം. കാരണം ഗ്യാസും അസിഡിറ്റിയും നന്നായിട്ടുണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്, കഫക്കെട്ടലുണ്ട്. പിന്നെ നടുവിൻ്റെ L5S1, അതായത് നമുക്ക് ഈ അരക്കെട്ട് നമ്മൾ ബെൽറ്റ് ഇടുന്ന ഭാഗമില്ലേ, അവിടെ നീർക്കെട്ടലുണ്ട് കേട്ടോ. അവിടെ ഇടയ്ക്കൊരു വേദനയൊക്കെ ഉണ്ടാവും, മുന്നോട്ട് കുഞ്ഞ് വരുമ്പോഴോ അല്ലെങ്കിൽ കുറേ നേരം ഇരുന്നിട്ട് എണീക്കുമ്പോഴൊക്കെ. പക്ഷെ അത് തുടക്കമാണ്, വലിയ പ്രശ്നമുള്ളതല്ല. നേരത്തെ നടുവേദനയൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? അതെ, അത് സിവിയർ അല്ല, പക്ഷെ ചില പൊസിഷനിൽ കൂടുതലായിരുന്നു. പിന്നെ ഞാൻ വർക്കൗട്ട് തുടങ്ങി, ജിമ്മിലൊക്കെ പോയി കുറച്ച് അവിടെ സ്ട്രോങ് ആയി. L4 L5S1 മെയിൻലി L5S1 നട്ടിൽ ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള വേദന ഉണ്ടാവും. പിന്നെ കഴുത്തിൻ്റെ
സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MRI എടുക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ, ഞാനിതൊന്നും എതിരല്ല. പക്ഷേ സെർവിക്കൽ സ്പോണ്ടിലോസിസ്, കഴുത്തിൻ്റെ നട്ടലുകൾക്ക് ചെറിയ നീർക്കെട്ടൽ വന്നിട്ട് ഇവിടെ കുറച്ച് നീരുണ്ടല്ലോ ഈ ഭാഗത്ത്, ഇവിടെ എന്തെങ്കിലും വേദന പോലെ എന്തെങ്കിലും തോന്നാറുണ്ടോ ഇടയ്ക്ക്? ഉണ്ടെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞു. അവിടെയല്ല, ഇത് ഇവിടെ ആയിട്ട് അവിടെ ഉണ്ട്, പിടിക്കുമ്പോൾ ഉണ്ടാവും. അവിടെ നീർക്കെട്ടലുണ്ട് കുറേ നേരം ഇരിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ 2 വീലറൊക്കെ ഓടിക്കുന്നുണ്ടെങ്കിൽ അവിടെ വേദന ഉണ്ടാവാം. കൊളസ്ട്രോള് LDL എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ ഒന്ന് നോക്കണം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ആംബുലൻസ് വിളിക്ക്, മണിയടനെ കൊണ്ടുപോകാൻ സമയമായി. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വന്നേക്കട്ടോ, അല്ലെങ്കിൽ തന്നെ പണി കുറവാണ്. ഇതൊക്കെ കൊണ്ട് ചേഞ്ച് ആണ്. ഒരു ദിവസം ചെന്നിട്ടേ ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ അന്ന് കഞ്ഞി കൊണ്ടുപോയില്ലായിരുന്നു, അത് ഒരു 10 ദിവസം കണ്ടിന്യൂസ് കഴിക്കും. എൻ്റെ കഞ്ഞിയുടെ ബ്രാൻഡ് അംബാസഡറാ. പിന്നെ കഞ്ഞി ഞാനും കുടിക്കാറുണ്ട്, കൊള്ളവരെല്ലാം കഞ്ഞി കുടിപ്പിക്കുമോ ഞാനിപ്പോൾ. ഡോക്ടർ മാത്രം ഏകദേശം 500 kg ഒരു മാസം മൂവ് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ ബേസിക്കലി ഈ പറഞ്ഞ കണക്ക് നിങ്ങളെ മരുന്ന് കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ആഹാര രീതികളും ഡോക്ടർ ഗൈഡ് ചെയ്ത് തരും. ഇവിടെ നീര് പോലെ വന്നിട്ടത് ഇപ്പോഴും അത് യൂറിക് ആസിഡിൻ്റെയാണ്. അത് വലിയൊരു ചികിത്സ വേണ്ടി വരും മിക്കവാറും. ആംബുലൻസ് വിളിക്കണേ, ആ നിലവിളി ശബ്ദമുള്ള വണ്ടി വിളിക്കൂ, എന്നെ കിടത്തു, ഓണാക്കണേ. ഡോക്ടറെ പോയി കാണുക. ഞാൻ ഇത് പലരും ഇങ്ങനെ ഈ സിദ്ധവൈദ്യത്തിനെ കുറിച്ചൊക്കെ എൻ്റെ കൂട്ടുകാരൻ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വിശ്വസനീയമല്ലായിരുന്നു. കാരണം അല്ല, ഇതല്ല നമുക്ക് വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ ഒരു വയനാട്ടിലൊരു തുടക്കം മുതലേ എനിക്ക് ഇന്ന അസുഖം ഉണ്ടെന്ന് പറയണമെന്ന് എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. ഡോക്ടർ അത് എനിക്ക് ഇങ്ങനെ ഉണ്ട്, പക്ഷെ വേണ്ട, അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിടിച്ചു കഴിയുമ്പോൾ പറയണ്ടേ, അപ്പം എന്തൊക്കെ പറയുന്നു. എൻ്റെ ഹോട്ട് സീറ്റിൽ ഒരാൾ വന്നിരിക്കണമെങ്കിൽ 10-22 വർഷമായി ബെൻസേ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മളുടെ ഇന്ത്യയിൽ അതുപോലെ തന്നെ കേരളത്തിലൊക്കെ ഒത്തിരി അറിവുകളുണ്ട്. നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് പലപ്പോഴും മണമില്ല, മണമുണ്ട് കേട്ടോ. എന്നാൽ പോലും ഞാൻ വയനാട്ടിലൊരു സ്ഥലത്ത് ഒരു വൈദ്യനെ കാണുമ്പോൾ ഞാനിങ്ങനെ വൈദ്യൻ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ ഞാനിങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഒരു വൈദ്യനെ കാണാൻ പോയി. ആ വൈദ്യൻ ട്രീറ്റ് ചെയ്യുന്നത് PCOD സ്ത്രീകൾക്കുണ്ടാകുന്ന, അതുപോലെ തന്നെ വെള്ളപ്പൊക്കെന്നൊക്കെ വിളിക്കുന്ന വൈറ്റ് ഡിസ്ചാർജൊക്കെയാണ്. ഒറ്റ മരുന്നാണ്. ഇപ്പോൾ ആ വൈദ്യനില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ആ മരുന്ന് പറയുവാണ്. വേറൊന്നുമില്ല, നമ്മുടെ കരിക്കും വെള്ളത്തിൽ ചെറുളയില്ലേ, ചെറുള ശരിക്കും അരിഞ്ഞിട്ടിട്ട് ഒരു 3 മണിക്കൂറിന് ശേഷം ഈ കരിക്കും വെള്ളം കുടിക്കണം. ശരിക്കും പറഞ്ഞാൽ വെള്ളപ്പോക്ക് അങ്ങനെയുള്ള PCOD ഒക്കെ നല്ല ഔഷധം. ഞാൻ എത്ര പേർക്ക് പറഞ്ഞു കൊടുത്തെന്നറിയോ. കുറേ പേർക്ക് ഇത് എന്ത് ചെയ്യുക, ഗുണമാവുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു അറിവാണ്. ചിലപ്പോൾ എന്ത് ചെയ്യുക, ഈ അസുഖത്തിന് എത്ര ലക്ഷം പൊട്ടിയിട്ടുണ്ടാവും എന്നറിയോ ചിലവർക്ക് എന്ത് ചെയ്യുക, ചിലവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പം PCOD കൊണ്ടൊക്കെ. അത് മാത്രമല്ല, ഒരു കാര്യം മണിയണ്ണം മനസ്സിലാക്കുക, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവസാനിക്കുന്ന എല്ലാം അവരുടെ യൂട്രസിലാണ്. അവർ യൂട്രസ് എന്തുമാത്രം ക്ലെൻസ്ഡ് ആണോ, ക്ലീൻ ആണോ, അത്രത്തോളം അവർ ബ്യൂട്ടിഫുൾ ലൈഫായിരിക്കും. യൂട്രസ് കറപ്റ്റഡ് ആകുമ്പോൾ, യൂട്രസിനകത്ത് ഈ പറയുന്ന ടോക്സിൻസ് എല്ലാം ഒന്ന് അക്യൂമുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ലൈഫ് മൊത്തം തലകീഴ്ക്കാൻ പാടും അറിയാം. കുടുംബജീവിതം കോഞ്ഞാട്ടെ, മക്കളടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല, ഹസ്ബൻഡിൻ്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല, നാട്ടുകാർക്ക് ഭയങ്കര റിജിഡായിരിക്കും. എനിക്ക് കിട്ടിയ ചെറിയൊരു നോളജാണ്. ഇതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇപ്പം ഡോക്ടറിന് ഈ കരിക്കും വെള്ളത്തിൻ്റെ കഥ പറയേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു ഒരു ദിവസം ഈ പറയുന്ന കണക്ക് താങ്കളുടെ ഇപ്പോൾ യൂറിക് ആസിഡ് ബേസ് ചെയ്തിട്ട് താങ്കൾ ഫസ്റ്റ് ചെയ്യേണ്ടത് താങ്കളുടെ വാട്ടർ കൺസംഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ. അതിനകത്ത് ജീവനുള്ള വെള്ളം കുടിക്കുക. എങ്ങനെയാണ് ജീവനുള്ള വെള്ളം? ജീരകമിട്ട് തിളപ്പിച്ച് കുടിക്കുക, ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ്. അതേപോലെ ജീവൻ ഉണ്ടാവണം, എന്ത് കഴിക്കുമ്പോഴും അതിലൊരു ജീവൻ ഉണ്ടാവണം. അത് ഇത് നമ്മൾ ഈ പാക്കറ്റ് ഫുഡുകൾ കഴിവതും പാക്കറ്റ് ഫുഡാണ് പലപ്പോഴും നമുക്ക്. ഇപ്പോൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നതാണ്. അതുതന്നെയല്ല, അതൊരു ഇൻഫ്ലമേറ്ററി മാർക്കറും കൂടി. അതായത് നമ്മുടെ ശരീരത്തിലുള്ള എന്തോ ഒരു ഇൻഫ്ലമേഷൻ, എന്തോ ഒരു പ്രശ്നം കാണിക്കുകയാണ് ശരീരം ചെയ്യുന്നത്. ശരിക്കും യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിനോടൊപ്പം ശരീരത്തിലുള്ള എന്തോ ഒരു അനാരോഗ്യം നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യണം പലപ്പോഴും. അത് ഈ യൂറിക് ആസിഡൊക്കെ പലപ്പോഴും രക്തക്കുഴലുകളിലൊക്കെ സ്ക്രാച്ചസ് ഉണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യുക, ഹൃദയാരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകളുടെ ഓട്ടം കുറയ്ക്കാനും ഒക്കെ കാരണമാണ്. അപ്പോൾ മറ്റ് രോഗങ്ങളുടെ ഒരു മുന്നറിയിപ്പും കൂടെയാണ് ഇതുപോലുള്ള പല കാര്യങ്ങളും. അപ്പം നമ്മൾ ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റാണ്. പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്ത് ചെയ്യുക, അത് കഴിച്ചുകൂടെ ഇത് കഴിച്ചുകൂടെ എന്ന്. ചെമ്മരിയാടുണ്ടായത് അവിടെയാണ്.
നമ്മുടെ ആടുണ്ടായത് ഇവിടെയാണ്. നമ്മുടെ ആട് ചെമ്മരിയാടാകാതിരുന്നതും നമ്മുടെ ആട് മെലിഞ്ഞു പോയതോ ഇങ്ങനെയായത് രണ്ട് കാലാവസ്ഥയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത്, നമ്മൾ വെറുതെ ഇരുന്നാലും എ സിക്കകത്തിരുന്നാലും നമുക്ക് നമ്മളറിയാതൊരു വേർപ്പുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, വെള്ളമുള്ള ഭക്ഷണമാണ് കൂടുതലും നമുക്ക് വേണ്ടത്. അതുകൊണ്ടായിരിക്കും നമുക്ക് വെള്ളം കൂടുതൽ വലിച്ചെടുക്കുന്ന ചോറ് നമ്മുടെ മെയിൻ ഭക്ഷണമായത്. പക്ഷെ നമ്മളിപ്പം വേർക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. പണ്ട് നമ്മൾ വേർതിരുന്നു, വെറുതെ ഇരുന്നാലും വേർക്കുവാണ്. അപ്പം നമ്മൾ വെള്ളം കുടിച്ചാൽ നമ്മളുടെ വെള്ളത്തിൻ്റെ കൺസപ്ഷൻ ആവില്ല, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വെള്ളമുള്ള ചക്കയും മാങ്ങയൊക്കെ നമ്മുടെ പ്രധാന ഭക്ഷണമായത് നമുക്ക് വേർക്കുന്ന ഒരു എന്ത് ചെയ്യുക സംസ്ഥാനക്കാരായതുകൊണ്ടാണ്. അവിടെയാണ് നമ്മൾ ഈ എന്ത് ചെയ്യുക, ഈ മൊബൈലും കുത്തി നമ്മൾ അയർലൻഡിൽ ഇരുന്ന് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം പറയുന്നവൻ്റെ അല്ലെങ്കിൽ മറ്റ് വിദേശ ഭക്ഷണ രീതികൾ കേട്ട് എന്ത് ചെയ്യുക അതിൽ ആകൃഷ്ടരായി നമ്മളുടെ ആരോഗ്യം കളയരുത്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ്, നമ്മളുടെ ജീൻ ഇവിടുത്തെ ജീനാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ നാടൻ രീതികൾ എന്ത് ചെയ്യുക ലോകത്തിലേക്ക്. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പലപ്പോഴും എന്ത് ചെയ്യില്ല, ഞാൻ പലപ്പോഴും കൈയടിക്കട എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എന്ത് ചെയ്യുക കൊച്ചിലെ ഓർക്കാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മളുടെ കഴിവുണ്ടായിട്ടും ചിലവർ എന്ത് ചെയ്യില്ല, അത് അപ്രീഷിയേറ്റ് ചെയ്യില്ല. ഞാനൊക്കെ ഒന്ന് കൈയടിക്കാൻ മേലെ അല്ലേ, നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് അതിങ്ങനെ ആയിരിക്കില്ല. മനസ്സിൽ പറയുമ്പം ഏറ്റവും മോശം ലാംഗ്വേജിലായിരിക്കും പറയണത് അല്ലേ. നമ്മളുടെ മനസ്സ് എപ്പോഴും തുറന്നു കാണിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ എന്ത് ചെയ്യുക ഭക്ഷണ രീതികൾ പുറത്തേക്ക് എന്ത് ചെയ്യുക ഒരു നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് ആൾക്കാർക്ക് എത്തിക്കുന്ന ഷെഫിനെ പോലുള്ളവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഭിമാനമാണ്. അപ്പം ഇതിൽ നമുക്ക് നമ്മുടെ ഭക്ഷണ രീതികളാണ് നമുക്ക് വേണ്ടത് സാറേ. കാരണം നമ്മൾ ചുമ്മാ അവിടെ ഇരുന്ന് എന്ത് ചെയ്യുക, ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം കിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കണം. നമ്മുടെ ഇവിടുത്തെ ഭക്ഷണ രീതിയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കഴിക്കണം. കാരണം എന്തുവാ, നമ്മൾ ഇവിടെയാണ് വസിക്കുന്നത്, ഈ മണ്ണിലാണ് വിളഞ്ഞത്, അല്ലേ? കറക്റ്റ് അല്ലേ? ഈ മണ്ണിൽ വിളഞ്ഞത് കഴിക്കണമെന്നാണ്. ഇപ്പൊ കാച്ചില്, ചേന, ചേമ്പ്, ഇപ്പൊ ഉരുളക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ അതല്ല. ഇപ്പൊ കാച്ചില്, ചേന, ചേമ്പിലാണ് നമ്മളെ സംസ്കാരത്തിന്റെ ആഹാര ചൈതന്യം തുടങ്ങിയെന്നാണ് പറയുന്നത്. ഈ കാച്ചില്, ചേന, ചേമ്പിന്റെ ഔഷധ ഗുണങ്ങൾ ഡോക്ടർ പറയാൻ പറ്റുമോ? ചേന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഉദര രോഗങ്ങൾക്കെല്ലാം നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ചേന തോരനോ ചേന പുഴുങ്ങിയതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് ഉണ്ടാവത്തില്ല, വയറ്റിൽ നിന്നും പോകും. അപ്പൊ ഈ ആൾക്കാർ പറയല്ലേ ഈ മണ്ണിന്റെ അടി കിടക്കുന്നതിനെല്ലാം ഡയബറ്റിക്കിന്റെ പ്രശ്നം ഉണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല സാറേ. പക്ഷേ ഇതല്ല ഞാൻ പറയുന്നത്, ഡോക്ടറെ കൊണ്ടൊന്ന് പറയിപ്പിച്ച. ഇതിലെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ എന്ത് കഴിക്കണം, നേരത്തെയൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട് ചേന പുഴുങ്ങിയതായിരിക്കും ഒരു നേരത്തെ ഭക്ഷണം. ഇപ്പം നമ്മൾ ഭക്ഷണം കൂടി പോയി, ചേന പുഴുങ്ങിയത് നമ്മുടെ ഭക്ഷണമല്ല. ഇനി ചേന പുഴുങ്ങിയത് കഴിച്ചാൽ തന്നെ നമ്മളുടെ അത് സൈഡ് ഡിഷാണ്. അപ്പം നമ്മൾ ഒത്തിരി ഭക്ഷണം കഴിക്കുന്നിടത്താണ് നമ്മുടെ പ്രശ്നം ഇരിക്കുന്നത്. അപ്പം ചേന കഴിച്ചു കഴിഞ്ഞാൽ നല്ല നാരാണ്. ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസ് ഉള്ളവർക്കും കഴിക്കാവുന്ന ഭക്ഷണമാണ്. എന്ത് കഴിച്ചാലും ആ മിനിമം ആയിട്ടത് കഴിക്കുക എന്നുള്ളതാണ്. കാച്ചിൽ, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന കപ്പയൊക്കെ നല്ലതാണ്. ഞാനിരിക്കുന്ന ഈ പാലാ മെഡിസിറ്റിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ചില പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും 80 വയസ്സ് 90 വയസ്സ് 70 വയസ്സ് അല്ലെങ്കിൽ 68 വയസ്സ് കഴിഞ്ഞവർ ഇപ്പോഴും അവരുടെ ആ ഒരു ദൃഢതയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. 3 നേരം കപ്പ് കഴിക്കുന്നവർ ഒത്തിരി പേര് ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷെ അവരതേണക്ക് പണിയെടുക്കുമായിരുന്നു. അവരുടെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കാബ്സ് വേണം. അപ്പൊ അതിന് വേണ്ടുള്ള ഫുഡ് കഴിച്ചു. ഇതും കണ്ടുകൊണ്ട് പിന്നെ ആൾക്കാർ വരുന്ന കപ്പയിൽ നിന്നിട്ട് ഡോക്ടറെ ചീത്ത വിളിക്കരുത്, പണിയെടുക്കണം. ഇപ്പൊ താങ്കളുടെ ലൈഫിൽ ഇപ്പൊ ഈ പറയുന്ന ആരോഗ്യസമ്പന്നമായ ഒരു ചിന്താഗതികൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ടായിരുന്നു, കുറച്ച് തെറ്റിയിട്ടുണ്ട്. പണ്ട് ഈ കൂലിപ്പണിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ കപ്പയും വൈകുന്നേരം 4 മണിയാകുമ്പോൾ കപ്പയും ചമ്മന്തിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇപ്പോൾ ഈ സിനിമയിലൊക്കെ വന്നതിന് ശേഷമുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള പണികൾ കുറവാണ്. പക്ഷെ ഫുഡ് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിക്കാം, താങ്കൾക്ക് ചോദിക്കാം, താങ്കളുടെ ഈ പറയുന്ന ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ താങ്കളുടെ ലൈഫിൽ ഇത് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുണ്ട്, വണ്ടി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷറി ആയിരുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. വൈകുന്നേരങ്ങളിൽ ഈ ചന്തയിൽ പോയിട്ട് വരും. ആ സമയത്തൊരു പൊതി കൊണ്ടുവരും. അതിൽ ഈ വാഴയിലക്കകത്താണ് ഈ വാഴയ്ക്കപ്പം പൊതിഞ്ഞുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഏത്തയ്ക്കപ്പം അല്ലേ? നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? പഴംപൊരി. നിങ്ങളുടെ നാട്ടിൽ പഴംപൊരി എന്നാണോ? ഏത്തയ്ക്കപ്പം. അപ്പോൾ ഈ വാഴയില ഇങ്ങനെ തുറക്കുന്ന സമയത്ത്
ഈ വാഴയിലയുടെയും ഈ വാഴക്കയപ്പത്തിൻ്റെയും ഈ വെളിച്ചെണ്ണയുടെ ഒരു മണമടിക്കും. നിങ്ങളത് തുറന്നില്ലേ, ഗംഭീര തുറക്കലായിരുന്നു. നിങ്ങൾ ഭയങ്കര ഒരു ആക്ടറുണ്ട്. കാരണം എനിക്ക് ആ മണം അടിച്ചു. ഞാൻ ആ ഷോട്ട് എടുത്ത് നോക്കിയാൽ അറിയാം. ഇങ്ങനെ തുറന്നപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചു. ആ വാഴക്കയപ്പത്തിൻ്റെ ഒരു ആക്ടർ കൂടെ ഇരിക്കുന്ന ഗിവ് ആൻഡ് ടേക്ക് കിട്ടുന്നുണ്ട്. അല്ല, എല്ലാവരും ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. താങ്കൾ നേരത്തെ പറഞ്ഞ കള്ളനും ഒരു ആർട്ടിസ്റ്റാണ് അല്ലേ? കുടിച്ചിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റാണ്. ഒരു ബേസിക്കലി എല്ലാത്തിലും ഒരു ആർട്ടുണ്ട്. അതിനെ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. അല്ല, അത് പ്രൊഫഷണൽ ആക്കുമ്പോഴാണ് നമ്മൾ അതിനെ ടെക്നിക്കലി എങ്ങനെയാണെന്നുള്ളത് പഠിക്കുന്നത്. കരയുന്ന എല്ലാവരും കരയും. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒന്ന് കരഞ്ഞെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കരയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ കരയാൻ പറ്റില്ലല്ലോ. കരച്ചിൽ ശരിക്കും ടെക്നിക്കലാണ്. നമുക്കത് കരയുമ്പോൾ ഉണ്ടാവുന്ന കെമിക്കൽ പരിപാടി അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കരയാം. എൻ്റെ ദൈവമേ, ഇതിപ്പോൾ എന്നെ കരയിപ്പിക്കുമോ? അപ്പം വീണ്ടും പറയുന്ന കണക്ക് ഈ ഏത്തയ്ക്കപ്പം നമുക്കിങ്ങനെ വാഴയിലേക്കകത്ത് ഈ ഏത്തയ്ക്കപ്പം സാധാരണ കഴിക്കുന്ന കണക്കല്ല ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാനൊരു സോസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന പഴംപൊരി എടുത്ത് പീനട്ട് ബട്ടർ സോസാണത്. പീനട്ട് ബട്ടർ, അതായത് കപ്പലണ്ടി ബട്ടറും ഒക്കെ ചേർത്ത് പാലും ഒക്കെ ചേർത്ത് സോസ്. അതിങ്ങനെ മുക്കി കഴിക്കുന്നതെന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. ഇരിക്കല്ലേ, കഴിക്കാൻ കഴിക്കാം അല്ലേ? കഴിച്ചാൽ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇമാജിൻ ചെയ്യാൻ. ഇത് ബ്ലൂ ടീ, ശംഖുപുഷ്പ ചായ. തേങ്ങ ഉടക്കി സ്വാമി. നമ്മൾ ഈ ടീയെ പറ്റി സംസാരിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ഒന്ന് തരുമോ? ഒന്നും ഓർമ്മ വരുന്നില്ല. അപ്പോൾ നമുക്ക് തിന്നുകൊണ്ട് തുടങ്ങാം അല്ലേ? ഈ വാഴയില ഇങ്ങനെ കുട്ടിക്കാലത്ത് തുറക്കും എൻ്റെ ഡോക്ടറെ. ഈ വാഴയിലയിൽ പൊതിഞ്ഞുകൊണ്ട് വരുന്ന ഏത്തയ്ക്കാപ്പത്തിൻ്റെ മണം. ഇതെൻ്റെ അച്ഛൻ്റെ അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. വിദ്യാധരൻ മുതലാളി എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇതാണ് ആ പഴംപൊരി. ഓഹോ, യെസ്. ഈ പഴംപൊരി നമ്മൾ പീനട്ട് ബട്ടർ സോസിൽ മുക്കി കഴിക്കുന്ന സീനാണ്. രണ്ട് കാണിച്ചു, പകുതി എടുക്കാം. ഓഹോ, എന്തൊക്കെ ഈശ്വര, കഴിഞ്ഞില്ല പ്ലേറ്റ് കൊണ്ട് കാണിക്കുക. ഈ മൈക്കൊന്ന് മാറ്റിത്തരും. ഓക്കെ, കഴിച്ചു. ഇത് അടിപൊളിയാണ്. പൊളി. ആൾക്കാർ പഴംപൊരിയും ബീഫും ഒക്കെ കാര്യമില്ലെന്നേ, ജനങ്ങൾ കഴിക്കട്ടെന്നേ. ഡോക്ടറിന് കുറച്ച് പേഷ്യൻസും കൂടെ കഴിച്ചോണ്ടൊക്കെ എന്തെങ്കിലും പറയാം. ഈ പാവപ്പെട്ടവരുടെ കശുവണ്ടി എന്നാ പറയുന്നത്, നിലക്കടലേ. അത്രയും ന്യൂട്രീഷ്യസ് ആണ്. ഡോക്ടറിന് മുമ്പ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് കഴിച്ചിട്ടില്ല. അടിപൊളി സാധനം കേട്ടോ. കപ്പലണ്ടി അല്ല, സാധാ കപ്പലണ്ടി. പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞ് വാങ്ങിക്കാനും കിട്ടും നമുക്ക്. അതിനകത്ത് കുറച്ചുകൂടെ മിൽക്കും കൂടെ ചേർത്ത് വറുത്ത കടല നമുക്കത് വീട്ടിൽ ചെയ്യാം. പീനട്ട് ബട്ടർ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. നല്ല ക്രഞ്ചി പീനട്ട് ബട്ടർ കിട്ടുമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. ചെറിയ ടീൻ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് എളുപ്പം അതായിരിക്കും. പീനട്ട് ബട്ടറിനകത്ത് കുറച്ച് മിൽക്കും കൂടെ ചേർത്ത് തന്നു. താങ്ക് യു. ഇത് കഴിഞ്ഞ് ഒരു വരവും കൂടി വരുന്നു. കട്ടൻ ചായ പ്ലേറ്റ് കളയണ്ട. നമ്മുടെ 3 ക്ലിനിക്കിലും എന്ത് ചെയ്യാ, ഷെഫിന്റെ ഒരു ക്യാൻറ്റീൻ. അതെ, ഔട്ട്ലെറ്റ്. ഡോക്ടറിന് ഫ്രീ. ഡോക്ടറിന്റെ ശരീരവും നന്നാവും. അപ്പോൾ വെൽക്കം. ബ്ലൂ ടീ എന്ന് അതിന് പറയുന്ന ആംബ്രോസിയ, ദ ഡ്രിങ്ക് ഓഫ് ഗോഡ്സ് അല്ലേ ഡോക്ടറെ? ശംഖുപുഷ്പ ചായ ഏറ്റവും നല്ലതാണ് വേൾഡിൽ. ശംഖുപുഷ്പം ഈ BP റെഗുലർ ചെയ്യാനൊക്കെ നല്ലതാണ്. അതെ, 36 ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഫ്രീ ആയിട്ട് വീട്ടിലുള്ളപ്പോഴേ വിളിക്കട്ടെ, പണി പഠിക്കാനോ. സന്തോഷമുള്ള കാര്യമില്ല നമുക്ക്. വേറെ ആർക്കും നമുക്ക് വിൽക്കാനോ കടയിടാനൊന്നല്ല, നല്ല ഭക്ഷണം. ചെറിയൊരു, ഞാൻ പറഞ്ഞില്ലേ, വെറും പഴംപൊരിയും കട്ടൻ ചായയും മാത്രം ചെയ്താൽ മതി. അത് വൃത്തിയായിട്ട് ചെയ്യണം. വെറും ഏത്തയ്ക്കാപ്പവും കട്ടൻ ചായ എന്തൊക്കെയാ? പനങ്കൽക്കണ്ട്, നറുതണ്ടിയുടെ വേര്, കസ്കസ്, അതെ, രാമച്ചം, പല കാര്യങ്ങളുണ്ട്. റോസ്മേരിയൊക്കെ ആഡ് ചെയ്ത്. വേൾഡിലെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് ടീ ആണ് ബ്ലൂ ടീ. ബ്ലൂ ടീ വേൾഡിൽ അല്ലേ ഡോക്ടർ? എന്തോ പറഞ്ഞു നേരത്തെ. ഞാനിത് BP നമുക്ക് നിലനിർത്താനായിട്ട്, BP താഴെ പോവുക അല്ലെങ്കിൽ ഇത് BP കൂടുക എന്നുള്ളതാണല്ലോ മിക്കവരുടെയും പ്രശ്നം. ഹൈപ്പോടെൻഷൻ ഓർ ഹൈപ്പർ ടെൻഷൻ. BP അതിൻ്റെ സ്വതവേ ഉള്ള രീതിയിൽ നിലനിർത്താൻ ശംഖുപുഷ്പം നല്ലതാണ്. അപ്പോൾ ശംഖുപുഷ്പം ചായ ആയിട്ട് കുടിക്കുന്നത് നല്ലതാണ്. അതെ, ഞാൻ ശംഖുപുഷ്പം വെച്ച് ബിരിയാണി വയ്ക്കും.
എന്താ ചെയ്യുക, ആൾക്കാർക്ക് ചീത്തപ്പേര് എനിക്ക് തരിക എന്നുള്ളത് അവർക്കൊരു ആഘോഷമാണ്. അപ്പോൾ ഞാനതങ്ങ് അലങ്കാരമായിട്ട് കൊണ്ട് കിടക്കുകയാണെന്നേ. ഡോക്ടറെ, നമ്മൾ ഈ കാന്താരി കരിവേപ്പില ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ജനങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് കാന്താരിയുടെയും കരിവേപ്പിലയുടെയൊക്കെ ഗുണങ്ങളെപ്പറ്റി അല്ലേ. ഈ കാന്താരി ഇപ്പം എൻ്റെ ഒരു മാമൻ പറഞ്ഞൊരു കാര്യമാണ്, പുള്ളിയുടെ ബ്ലഡ് പ്രഷർ കുറയാൻ തന്നെ പുള്ളി കാന്താരിയും കരിവേപ്പിലയും മുൻപോട്ട് നിർത്തി ചമ്മന്തി അരച്ച് കഴിച്ചു. അത് കുറേ ഡിഫറൻസ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അതൊരു അവകാശവാദമായിട്ടാണ് പുള്ളി പറയുന്നത്. അതിന് എന്തുമാത്രം ഒരു ഫുഡ് എന്ന രീതിയിലൊരു സപ്പോർട്ട് ഡോക്ടർ പറയും? അത് ശരിക്കും പറഞ്ഞാൽ ഈ കറിവേപ്പില ഏറ്റവും നല്ലതാണ്. കറിവേപ്പില വെന്തവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. കറിവേപ്പിലയിൽ നമ്മുടെ സിങ്ക് റിച്ചാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഫൈബറുണ്ട്. ഫൈബർ ഉള്ളപ്പോൾ തന്നെ നമുക്ക് കാന്താരി ആണെങ്കിലും എരിവുണ്ടെങ്കിലും നമുക്ക് ഫൈബർ ഉണ്ടെങ്കിൽ, ഫൈബർ കൂടുതലായിട്ട് ഇലക്കറികളിലുള്ള ഫൈബറൊക്കെ പലപ്പോഴും നമുക്ക് കിട്ടത്തില്ല. കറിവേപ്പിലയുടെ ഗുണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കാത്ത കറിവേപ്പിലയാണെങ്കിൽ, വീട്ടിൽ നിന്ന് പറിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ അതിനകത്ത് ആ ഫൈബറിൻ്റെ ഗുണം ഉണ്ടാവും. അത് അഡീഷണൽ ആയിട്ടുള്ള കൊഴുപ്പിനെ കൊണ്ടുപോയിക്കോളും, മലത്തിലൂടെ കൊണ്ടുപോയിക്കോളും. പണ്ട് ഈ ഒരു സംശയം, പണ്ട് ഞാനൊരു ക്ലാസ്സിൽ എന്നാ പറഞ്ഞു, ചിക്കനും മട്ടനും ഒക്കെ കഴിക്കണം, പക്ഷേ ചിക്കനും മട്ടനും ഒക്കെ കഴിച്ചാൽ മാത്രം പോരാ, നമ്മൾ പച്ചക്കറിയും കഴിക്കണം. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, പച്ചക്കറി കഴിച്ചു കഴിഞ്ഞാൽ എന്നാ മസിലൊക്കെ വരുമെന്ന്. പക്ഷേ എന്തോ ഈ പറയുന്നുണ്ടല്ലോ, ഈ കോൾ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ തലച്ചോറിലേക്ക് ചിലത് വന്ന് വീഴും. അപ്പം ഞാൻ പറഞ്ഞു, ആന കഴിക്കുന്ന പച്ചക്കറിയല്ല, ആന ചിക്കനും മട്ടനൊന്നും കഴിക്കുന്നില്ല, ഒരിക്കലും ഇല്ലല്ലോ, മൊത്തം നാരല്ലേ കഴിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നാരുകൾ നമ്മൾ ഇലക്കറിയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും കറിവേപ്പില ഡിഫറെൻ്റാണ്. കറിവേപ്പിലയുടെ നാരുകൾ കുറച്ചും കൂടെ ദൃഢമാണ്. അപ്പം അതുകൊണ്ടായിരിക്കണം അത് കൊളസ്ട്രോൾ, അതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റഡീസ് പോകേണ്ടതാണ്. ഇപ്പോൾ ഈ കറിവേപ്പില വെന്ത വെള്ളം ഞാൻ വിട്ടിലിക്കോ വെള്ളപ്പാണ്ടുള്ളവർക്ക് കറിവേപ്പില ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറയും. എല്ലാവർക്കും അല്ലെങ്കിലും കുറേ പേർക്ക് ഗുണം കിട്ടുന്നുണ്ട്. തലേന്ന് വെള്ളത്തിനകത്ത് മല്ലിയായാലും അല്ലേ ഇലയായാലും തലേന്ന് ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഔഷധപൂർണമായ ഒരു വെള്ളം കൂടി. കാരണം വെള്ളത്തിൻ്റെ തന്നെ pH വാല്യൂയെ പറ്റി ഡോക്ടർ എന്താ പറയാനുള്ളത്? ഇതിൽ എന്നാ പ്രശ്നം എന്നറിയോ, നമ്മൾ പലപ്പോഴും ഈ കിണറ്റിലെ വെള്ളത്തിന് പല pH ഉണ്ട്. അപ്പോൾ നമ്മളുടെ കിണറ്റുകളിലൊക്കെ നമ്മളൊന്ന് നോക്കേണ്ടതാണ്. കാരണം പലപ്പോഴും ഈ മിനറൽസ് റിച്ചാണ്. മിനറൽസ് ഒത്തിരി വരുന്നത് നല്ലതല്ല, നമുക്ക് സ്റ്റോൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പല കിണറ്റിലെ വെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം നമ്മൾ പച്ചവെള്ളം കുടിക്കാൻ പറയുന്നിടത്ത് നമ്മളൊന്ന് ചിന്തിക്കണം. ഇനി തിളപ്പിച്ചാറ്റി കുടിച്ചാൽ ഏറ്റവും നല്ലത് മൺകൂജയിൽ ഒഴിച്ച് കുടിച്ചാൽ മതി. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സംഭവം നടന്നല്ലോ, ഇദ്ദേഹത്തിന് ഇപ്പം ഏകദേശം 10,200 കോളാണ് ഒരു ദിവസം വരുന്നത്. അപ്പോൾ കോളുകൾ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ലാലേട്ടനെ കാണാനൊരു അവസരം കിട്ടുന്നത്. മോഹൻലാലിനെ പോയി പൾസൊക്കെ നോക്കാൻ രവി സാറാണ് വിളിച്ചതെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏകദേശം 60ഓളം പേഷ്യൻസ് അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ജനറലി എന്തോ സംഭവിക്കും അറിയണ്ട. നമ്മൾ അപ്പോഴേ വണ്ടി എടുത്ത് ലാലേട്ടൻ വിളിച്ചു, ഇനി ബാക്കിയെല്ലാം അവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞ് ഓടുന്ന ജനങ്ങളാണ്. ഇദ്ദേഹം പോയില്ല, ഇദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. ഇദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിനെ പറ്റില്ല. ഇന്നലെ രാത്രി 12 മണിക്ക് വിളിക്കുമ്പോഴും ക്ലയൻറ്റിനെ നോക്കുക, ഗസ്റ്റ് ഈ പറഞ്ഞ പേഷ്യൻറ്റിനെ നോക്കുക, ഡെഡിക്കേഷനാണ്. അതിന് ലാലേട്ടനൊരു മറുപടി അയച്ചു. അയ്യോ, അത് ഭയങ്കര മറുപടിയാണ്. അദ്ദേഹത്തോടുള്ള ആ ഒരു നമുക്കുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പാദത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് നമസ്കരിക്കാൻ തോന്നുന്ന ഒരു മറുപടിയാണ് തന്നത്. എന്തുകൊണ്ടാണ് അത്? അതൊന്ന് പ്ലേ ചെയ്യും, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ, ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. ഒരിക്കലും ട്രബിൾ കൊടുക്കണ്ട. നമ്മുടെ അങ്ങനെ ഇമ്മീഡിയറ്റ് കാര്യങ്ങളൊന്നും അല്ലല്ലോ, നമുക്ക് സമയമുണ്ട്. ഓർ യു ക്യാൻ കം ടു തൊടുപുഴ, നോ ഇഷ്യൂസ്. അല്ലെങ്കിൽ ഞാൻ എറണാകുളത്ത് വരുമ്പോൾ കാണാം. അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് അത് അദ്ദേഹത്തിന്റെ വായിന്ന് തന്നെ കേട്ടത് അദ്ദേഹത്തിന്റെ അല്ലേ. അപ്പം ഡോക്ടർ വിഷ്ണുമോഹന്റെ കമ്മിറ്റ്മെന്റ് കാരണമാണ് പറ്റാത്തത്. ഇതെത്ര പേർക്ക് അറിയാം? അത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഡോക്ടർ വിഷ്ണുമോഹൻ ആരാ? ഒന്നുമല്ല. അപ്പോൾ ഏത് സാധാരണ വ്യക്തിയും അദ്ദേഹം കൊടുക്കുന്ന ആ കമ്മിറ്റ്മെൻ്റ് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ലെവലിൽ എത്തിയത്. അപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു പ്രവൃത്തി അദ്ദേഹം കൊടുക്കുന്ന റെസ്പെക്റ്റ്. ഇപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഡോക്ടറുടെ ജീവിതത്തിൽ ഡോക്ടർ മോഹൻലാലാണ്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാനിങ്ങനെ ഒരു അവസരം കളഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിനെ വിളിച്ചായിരുന്നു. ഇപ്പോൾ രവി സാറിനോടൊന്നും പറയാൻ പറ്റില്ല. രവി സാർ അത്രയും എന്ത് ചെയ്യുക, എന്നോടൊക്കെ ഒരു ലാളിത്യം ഉള്ളത് കൊണ്ടാണ് മേജർ രവി സാർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളോട് എന്ത് ചെയ്യുക, മോഹൻലാലിനെ കൊണ്ട് കാണിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷേ അന്ന് എനിക്ക് മാറാൻ പറ്റില്ല. അപ്പം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാണ്. അപ്പോൾ ഞാൻ ഇന്നലെ സാറിനോട് പറഞ്ഞു, സാറേ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നോട് ഷിഫ് പറഞ്ഞതാണ്, സാറ് പറഞ്ഞതാണ്,
എന്തുകൊണ്ടാണ് ആരുടെയും എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദാര്യം എന്ത് ചെയ്യുക സ്വീകരിച്ച് നമുക്ക് ആകാൻ പറ്റില്ല. അത് ഡോക്ടറിന് ഇഷ്ടമുള്ള രീതിയല്ല. ഡോക്ടറിൻ്റെ കഴിവ് കൊണ്ടാണ് ഡോക്ടർ എന്ത് ചെയ്യുക എന്തും ആവേണ്ടത്. അത് ഡോക്ടറിന് അങ്ങനെ തന്നെയാണ് ഡോക്ടറിന് ഇഷ്ടം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് കുറ്റബോധം തോന്നും. അപ്പോൾ ഡോക്ടറിൻ്റെ മേഖലയിൽ മോഹൻലാലാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഷെഫും പറഞ്ഞു എൻ്റെ മേഖലയിൽ ഞാനും മോഹൻലാലാണ്. അല്ലേ, അതല്ലേ സത്യം. അവരവരുടെ ജീവിതത്തിൽ എല്ലാവരും പ്രശ്നം. എനിക്കത് പറയാൻ പറ്റില്ല. എൻ്റെ മേഖലയിൽ ഒരു മോഹൻലാലുള്ള അല്ല, അത് മുദ്ര പതിപ്പിച്ച് ഇപ്പം താങ്കളിപ്പം മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ ഉണ്ടെങ്കിൽ എൻ്റെ മേഖലയിൽ ഞാൻ മണികണ്ഠനാണ്. അപ്പം അത് ഓരോ അത് വളരെ സത്യം ഒരു കാര്യമാണ്. കാരണം അതിന് ഓരോ ദിവസവും നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രൂം ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്ത് താങ്കളുടെ ഫിസിക്കായാലും, ഇത് 6 പാക്ക് വേണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, താങ്കളുടെ ഫിസിക്കായാലും താങ്കളുടെ തോട്ട് പ്രോസസ്സിനെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന കണക്ക് ഹെൽത്ത് തന്നെയാണ്. കാരണം ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണ് പറയുന്നത്. ഏതൊന്നും ഞാൻ പറയാറുണ്ട് ഡോക്ടറെ, അമിതമായാൽ അമൃതവും വിഷം. ഏതൊന്നും ഇപ്പം നമുക്ക് ഒരു ദിവസം ഇപ്പോൾ ഇച്ചിരി ബീഫ് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ, ഇല്ല ഒരു ദിവസം ചിക്കൻ കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ, ഒരു ദിവസം അൽഫാം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും ശരീരം തള്ളക്കി വിളിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് വിളിക്കും. വീട്ടിലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോയിരുന്ന് ദൈവമേന്നും വിളിക്കും. അപ്പം നമ്മളുടെ ശരീരത്തിൻ്റെ അവകാശത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലും അതിനെ നശിപ്പിക്കുന്ന രീതിയിലും ആയി പോകുമ്പോഴാണ് നമുക്ക് രോഗങ്ങളുണ്ടാകുന്നത്. ഇന്നിപ്പോൾ 4 പഴംപൊരി കഴിച്ച് പറ്റത്തില്ല, അത് ഫ്ലഷ് ഔട്ട് ചെയ്തങ്ങ് കളയും. എല്ലാ ദിവസവും 4 എണ്ണം, പിന്നെ കൊഴുപ്പ്, പിന്നെ അതിപ്പം ഞാൻ എപ്പോഴും ഇതിനെ ഇമാജിൻ ചെയ്യുന്നത് എങ്ങനെ അറിയാം ഡോക്ടറെ, താങ്കളുടെ ശരീരത്തിനകത്ത് ഒരു ഫാക്ട് നടത്തുന്നത് കരുതുക. താങ്കൾ ലിവറാണ്, താങ്കൾ ഹാർട്ടാണ്. ഇപ്പോൾ വയറ്റിനകത്ത് ഓരോരുത്തർ, ഇപ്പോൾ പിള്ളച്ചേട്ടൻ അല്ലെങ്കിൽ പരമുള്ള ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ താങ്കൾ രാവിലെ എണീറ്റ് കുറേ മദ്യം കുടിച്ചു, അപ്പോൾ ലിവർ അതോ വരുന്നുണ്ടടാ, ഇത് വൃത്തിയോട്ടവൻ ഇന്നും എടുത്ത് തന്നെ പണിയാനായിട്ട് വിട്ടിട്ടുണ്ട്, അങ്ങനെയല്ലേ പറയും. അല്ലാണ്ട് ഓഹോ എൻ്റെ മണികണ്ഠൻ ചേട്ടൻ എനിക്ക് കള്ള് തന്നോ നോക്കടാ എന്ന് പറയുമോ? ഇല്ലല്ലോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയും ഇവന് വേറെ പണിയൊന്നുമില്ല, പോണ്ടാറ് തുടങ്ങാനായിട്ട്, ശരി ക്ലീൻ ചെയ്ത് കുറ എന്ന് പറയും അല്ലേ. കുറച്ച് ഞാൻ പറയും എന്നാൽ പിന്നെ അവൻ കുറേ നാളും കൂടെ ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യം, കുറച്ചും കൂടെ എടുത്ത് അവൻ്റെ വയറ്റിലോട്ട് അങ്ങ് കെട്ടി ഇറക്കിയാൽ അപ്പം പിന്നെ കുടവണ്ടിയായി. അവൻ കാണട്ടെ, അവൻ്റെ വൃത്തികേട് കാണട്ട് അല്ലേ. ഇങ്ങനെ തന്നെ ആയിരിക്കത്തില്ലേ താങ്കളായിരുന്നു ലിവറെങ്കിൽ താങ്കളെ വിളിക്കുന്നത്? തീർച്ചയായിട്ടും. ഇതാണ് നമ്മളെ ശരീരത്തിനകത്ത് അവയവങ്ങൾ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഹാർട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്, ഫ്ലാക്സ് സീഡൊക്കെയാണ്, നിനക്ക് ഉപയോഗപ്പെടും. വരട്ടെ മണികണ്ഠൻ നോക്കണം, എന്നെ നോക്കുന്നത് കണ്ടോ, ഞാൻ അടിപൊളി സുന്ദരനായിരിക്കും, അവനെ ഷോക്കേസ് ചെയ്യുന്ന വേറല്ലേ അല്ലേ. അങ്ങനെ ചിന്തിച്ചൂടെ? ഇതാണ് ക്ലാസ് എടുക്കുന്നത്. ഇതിനെപ്പറ്റി ഡോക്ടർ എന്താ പറയുക? ഇതിൽ ഒരു കാര്യം സാറ് പറയുന്നത്, നമ്മൾ കൊടുക്കുന്നത് ഷെഫ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നടനെന്ന് വിളിക്കാം, സാറെന്ന് വിളിച്ച് കളയരുത്. ഷെഫ് പറഞ്ഞത് എപ്പോഴും ഒരു കാര്യമാണ്. ഞാൻ കോഴിക്കോട് ഒരു കല്യാണത്തിന് പോയി, ഈ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ ആണെങ്കിലും ഹെവി ഫുഡാണ്. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ കയറി. അപ്പം നമ്മൾ ആ കഴിച്ചതല്ല ഓർമ്മ വന്നത്, ആ വീട്ടിൽ നമുക്ക് കുടിക്കാൻ തന്ന വെള്ളമാണ്. കറുവപ്പട്ടയും മയമോദവും ഇട്ടിട്ടുള്ള വെന്ത വെള്ളം തന്നത്. പക്ഷെ അതിന് ഗുണം എനിക്ക് പിറ്റേ ദിവസം വരെ കിട്ടി, കാരണം ഗ്യാസ് ഉണ്ടായില്ല. സാധാരണ ഇങ്ങനെയൊക്കെ ഒരു കല്യാണത്തിന് പോകാൻ നമ്മൾ ഇച്ചിരി കൂടുതൽ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും, നമ്മൾ വെജിറ്റേറിയനും കൂടെ ആയതുകൊണ്ട് ഗോബി മഞ്ചൂരിയും കാര്യങ്ങളും ആയിരിക്കും, അല്ലെങ്കിൽ ഇതുണ്ടാവും, മഷ്റൂം ഉണ്ടാവും. അത് കഴിച്ചോന്ന് പറഞ്ഞ് കൂടുതലിട്ട് തരും. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കഴിച്ച് തീർക്കേണ്ടിയും വരും. അപ്പോൾ ഇതെല്ലാം പിന്നെ അവസാനം കിടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സ്മെല്ലായിട്ടും എല്ലാം അതെ ഒരു രക്ഷയില്ല. പക്ഷെ ആ കറുവപ്പട്ട അയമോദവും വെന്ത വെള്ളം കുടിച്ചപ്പോഴത്തേക്കും അത് നല്ലതാണ് കേട്ടോ, ഗ്യാസിന് നല്ലതാണ്, എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതാണ്. അത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോഴും എനിക്ക് ആ തങ്കപ്പച്ചേട്ടൻ്റെ ഓർമ്മയുണ്ട്. ആ കറുവപ്പട്ട അയമോദം വെന്തവെള്ളം എനിക്ക് തന്നതുകൊണ്ടാണ്, മനസ്സിലായില്ലേ. ഇപ്പോൾ വീട്ടിലൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് ആരോഗ്യമുള്ള സാധനങ്ങൾ കൂടെ കൊടുക്കുക. പക്ഷേ ഈ പറഞ്ഞ പോലെ അമ്മ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ചായ വയ്ക്കാനൊന്നും നിർത്തിയില്ലല്ലോ. വരുന്നവർക്ക് വെയിലത്ത് നിന്ന് വരുമ്പോൾ പച്ചവെള്ളത്തിൽ, അത് മറ്റേ മൺകലത്തിൽ വെച്ച വെള്ളത്തിൽ പഞ്ചസാര കുറച്ച്, ഒരു ചെറിയ മധുരം ഉണ്ടാവും. അപ്പം എന്തിനാ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതൊരു ഓർമ്മയുണ്ടാവും, വെള്ളത്തിൻ്റെ മെമ്മറി ഉണ്ട്. ഞാൻ പിന്നെ പറയും, പഞ്ചസാര ആയാലും ശരി, ഇപ്പോൾ പഞ്ചസാരയുടെ ഒരു വിഷയം എന്ന് പറയുന്നത് കെമിക്കൽ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് മാത്രമല്ല, നമുക്കൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഗ്ലൈക്കേഷൻ, നമ്മളെ കുക്ക് ചെയ്യാനായിട്ട് ഗ്ലൈക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ചാൽ, നമ്മൾ ജനിച്ചപ്പോൾ ഇവിടെ വെള്ളയായിരുന്നു, പിന്നെ പിങ്കായി അല്ലേ, പിന്നെ അത് ബ്രൗണായി ബ്ലാക്കായാണ് മരിക്കുന്നത്. ഈ കാർട്ടിലേജ് ശ്രദ്ധിച്ചാൽ മതി അല്ലേ ഡോക്ടറെ? കറക്റ്റ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ ജനിക്കുമ്പോൾ അത് വെള്ളയാണ്, പിന്നെ അത് പതുക്കെ പിങ്ക് ആവും, പിന്നെ അത് ബ്ലാക്ക് ആവും,
അപ്പോൾ ഇതിങ്ങനെ ബ്രൗണായി ബ്ലാക്കായി മരിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് കുക്ക്ഡ് ആവുക. അപ്പോൾ താങ്കളെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. താങ്കൾ നോക്കിയാൽ മതി, താങ്കൾ നല്ല ചെറുപ്പമായി, പിന്നെ അങ്ങോട്ട് ഉപ്പ് പാചകം ചെയ്ത് നല്ല അടിപൊളിയായി, പിന്നെ ചുക്കി ചുളങ്ങി അവിഞ്ഞ് പുഴുങ്ങി തീർന്ന് അടി കൊണ്ടുവച്ച് താങ്കൾ ആരെ കുക്ക് ചെയ്യുക? ബേസിക്കലി ഇറ്റ്സ് കുക്കിംഗ്. ഈ കുക്കിങ്ങിന് പെട്ടെന്ന് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി സോഡാപ്പൊടി ഇട്ട് ഇറച്ചി വേവിക്കും, അല്ലേ? ഇച്ചിരി സോഡാപ്പൊടി ഇടും, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിനീഗർ ഒഴിച്ച് കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞ പോലെയാണ്. താങ്കൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 10 സ്പൂൺ പഞ്ചസാര അയച്ചാൽ മതി. അത് ശരിയാണ്. പണ്ടരോടങ്ങി തീർന്നോളൂ. ഈ ഷുഗറാണ്. അത് ഒരു കാര്യം ഇടപെട്ടോട്ടെ, ഇൻസ്റ്റൻറ്റ് ഫുഡ് വേണോ അതോ ലോങ് ഇതായിട്ടുള്ള ഫുഡ് വേണമെന്ന് നമ്മളാണ് നമ്മുടെ ശരീരത്തിന് തീരുമാനിക്കേണ്ടത്. ഇൻസ്റ്റൻറ്റ് പെട്ടെന്ന് കത്തിത്തീരും. നമ്മൾ പെട്ടെന്ന് ഒരു വിശപ്പടക്കാൻ വേണ്ടി തിന്നില്ലേലും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. നമ്മളെ വിഷയം നമ്മളെ ശരീരത്തിനോട് നമുക്കൊരു ബാധ്യതയുണ്ട്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഷെഫ് എന്ന രീതിയിൽ അനിൽ കപൂറിനെയൊക്കെ കാണണം. ഇപ്പോൾ ഡെയിലി ഒരു പോമോഗ്രാനൈറ്റ് കഴിക്കും. നമ്മളെ കാശില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നമ്മളതിൽ കാശുണ്ട്. ഇന്നിപ്പം കിളയക്കാരന് പോലും കിളയ്ക്കാൻ പോകുന്ന, അതായത് മമ്മൂട്ടി എടുത്ത് കിളയ്ക്കാൻ പോകുന്ന ആൾക്ക് പോലും 1500 1200 രൂപ കൂലിയാണ് ചോദിച്ചാൽ വാങ്ങിക്കുന്നത്. പൊറോട്ട അടിക്കാൻ വരുന്ന മാസ്റ്ററിന് 1200 ആണ്. അപ്പോൾ ഒരു ആവറേജ് 45,000 റുപ്പീസായി. ഇവിടുത്തെ ഒരു ടീച്ചറിനില്ല ആ ശമ്പളം. ഡെയിലി 4 മണിക്കൂർ 5 മണിക്കൂർ വർക്കേ ഉള്ളൂ. അപ്പം പൈസ ഇല്ല എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഐ ഡോണ്ട് അഗ്രി. പൈസ അന്വേഷിച്ചാൽ പൈസയാണ്. പക്ഷെ നമുക്ക് ജീവിക്കാൻ എന്താണ് സെലക്ട് ചെയ്ത് കഴിക്കണം. ഇപ്പോൾ ഒരു 600 രൂപ 800 രൂപ കിട്ടിയാൽ ഒരു 100 രൂപ ഫ്രൂട്ട്സിന് മാറ്റി വയ്ക്കണം. അപ്പോൾ ചോദിക്കും വിഷം ഉള്ള ഫ്രൂട്ട്സ് അല്ലേ? അതൊക്കെ നമ്മൾ നാടൻ പേരയ്ക്ക കിട്ടും, നാടൻ ശീമച്ചക്ക കിട്ടും. ശീമച്ചക്ക അല്ലേ ഏറ്റവും നല്ല. ഇപ്പോൾ ഇദ്ദേഹം വെജിറ്റേറിയൻ്റെ കാര്യം പറഞ്ഞു. ഈ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ് എല്ലാ ഹോട്ടലിലും കൊടുക്കുന്ന പനീർ, ഗോബി മഞ്ച്, ശീമച്ചക്ക വറുത്തരച്ച് കറി വെച്ചാൽ എങ്ങനെ ഇരിക്കും? ശീമച്ചക്കയുടെ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ചിക്കൻ ബിരിയാണിയൊക്കെ തോറ്റു. ശീമച്ചക്ക കടച്ചക്കയാണോ? ആ, കടച്ചക്കയല്ലേ നമ്മൾ ശീമച്ചക്ക എന്ന് പറയുന്നത്? നമ്മളാണല്ലോ ശീമച്ചക്ക എന്നാണ്. അത് വെച്ച് ബിരിയാണി വെക്കണം. മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണിയൊക്കെ തോറ്റു. ഇത് വെച്ചിട്ട് കട്ട്ലറ്റും ഉണ്ടാക്കും. കട്ട്ലറ്റ് അത് കണക്ക് മധുരക്കിഴങ്ങ് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള, ഭയങ്കര ആരോഗ്യ സമ്പൂർണമായ ഒരു ഡിഷാണ് മധുരക്കിഴങ്ങ്, അല്ലേ? ഈ മധുരക്കിഴങ്ങ് വൈകുന്നേരം നമുക്ക് ഭക്ഷണമാക്കാവുന്നതാണ്. മധുരക്കിഴങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ്റിൽ നിന്നും പൊക്കോളും. ഷുഗർകാർക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ്. വലിയ വിഷയം ഉണ്ടാവില്ല. ഈ ഗ്യാസ് എന്ന് പറയുന്നത് വയറൊന്ന് ക്ലെൻസ് ചെയ്ത് ഈ വെളിച്ചെണ്ണയൊക്കെ കുടിച്ച് വയറൊന്ന് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ ഗ്യാസ് തീർന്ന്. അത് ഈ പറഞ്ഞതുപോലെ തന്നെയാണെന്നേ. ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ശരീരം പറയും, എടാ ഇവിടെ അകത്ത് നല്ല ഗ്യാസ് ഉണ്ട്, പുറത്തേക്ക് ഞാൻ വിട്ടേക്കോ, ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. പിന്നെ അവസാനം എന്ത് ചെയ്യും? സ്മെല്ലാക്കി നമ്മളെ നാട്ടിച്ച് കളയും. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ശരീരം പറയുന്നതാണ് അത്, മനസ്സിലായില്ലേ? അത് കേൾക്കണം. പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ വിചാരം നമ്മളിത് ശരീരത്തിന് നമ്മൾ വെറും പുച്ഛം, അത് പാടില്ലല്ലോ. അപ്പം ഇന്നാളെ തന്നെ ഞാൻ ഈ തുണി ഉടുക്കുന്നതും ഉടുക്കാത്തതിൻ്റെയും കഥ പറഞ്ഞു. തുണി ഉടുത്ത് കാണുന്നതല്ല, തുണി ഉടുക്കാതെ കാണുന്നതാണെന്ന്. അപ്പം ഞാൻ ഉദ്ദേശിച്ച അവനവൻ്റെ കാര്യമാണ്. അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ ഒരു ഇന്റർവ്യൂ ചെയ്യായിരുന്നു. അതിൻ്റെ അടിയിൽ വന്നിട്ട് നാട്ടുകാരുടെ പെണ്ണുങ്ങളെയും പെങ്ങളെയും തീത്ത് വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇടയിൽ നിൻ്റെ അടുത്തൊക്കെ നീ പോയി സ്വയമായി കണ്ണാടി നോക്കും. നമ്മൾ ഒരു 15 മിനിറ്റ് നമ്മളെ തന്നെ കണ്ണാടിയിൽ നോക്കി സംസാരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, താങ്കളുടെ കണ്ണുകളപ്പോൾ താങ്കളോട് സംസാരിക്കും, താങ്കളുടെ മുടി താങ്കളോട് സംസാരിക്കും, താങ്കളുടെ പല്ല് താങ്കളോട് സംസാരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. അത് കേൾക്കാൻ ഒരു 10 മിനിറ്റെങ്കിലും, അല്ലേ, ഈ പ്രോഗ്രാം കാണുന്ന ജനങ്ങളോ നമ്മളോ ചിലവഴിക്കുന്നുണ്ടോ? എപ്പോഴും ഉണ്ടല്ലോ, രാവിലെ ഒരു 5 മിനിറ്റ് കണ്ണടച്ച് വെറുതെ ഇരുന്ന് നോക്ക്. നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഇരുന്ന് കഴിഞ്ഞ് ഒരു 7ാമത്തെ മിനിറ്റ് നമ്മുടെ കാലിലൊരു പാടോ ഒരു കുരുവോ അല്ലെങ്കിൽ ശരീരത്തിലുള്ള എന്തെങ്കിലും ഒരു മാറ്റം നമുക്കറിയാനുണ്ടാവും. ഉറപ്പാണ്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കണ്ണടച്ച് വെറുതെ ഇരിക്കും. ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കുകയില്ല. രാവിലെ എന്ത് ചെയ്യുക, കണ്ണടച്ചിരുന്ന് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യുക, പലരുടെയും മുഖം നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നമ്മുടെ മുഖം നമ്മളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? വരുന്നിടത്ത് നമ്മുടെ വിജയം. വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പരാജയമാണ്. നമ്മളുടെ സ്വന്തം മുഖം നമുക്കറിയില്ല എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. പരാജയമല്ലേ? അതെ, ലൈഫിൻ്റെ ഏറ്റവും വലിയ ഒരു സക്സസ്. ഇപ്പോൾ താങ്കൾ സിനിമയായാലും, ഇപ്പം നമ്മളെ ഡോക്ടറുടെ ലൈഫാണെങ്കിലും, എൻ്റെ ലൈഫാണെങ്കിലും, ഈ പ്രോഗ്രാം കാണുന്ന വ്യക്തിത്വങ്ങളുടെ ലൈഫാണെങ്കിലും, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നാണോ നമ്മളെ വീട്ടിലെ പ്ലേറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇരിക്കുന്നത് കുറഞ്ഞു തുടങ്ങിയോ അന്ന് മുതൽ നമ്മൾ ഹോസ്പിറ്റൽ ജീവികളായി തുടങ്ങി. കാരണം ഹോസ്പിറ്റൽസ് അല്ല നിങ്ങളെ രോഗികളാക്കുന്നത്, അല്ലേ ഡോക്ടറെ? നിങ്ങളുടെ പ്ലേറ്റാണ്.
നിങ്ങളെ പ്ലേറ്റിലിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം എനിക്ക് എന്ത് ചെയ്യുക, അഭിനയ കലയിലെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിയിരിക്കുന്ന ഒരാളും പാചക കലയിൽ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്ന ഒരാളുമാണ് ഞാൻ. മെഡിക്കൽ കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ആസ് എ ഡോക്ടർ ചോദിക്കുവാണ്, നിങ്ങളുടെ ശരീരത്തിലെ ചില കാര്യങ്ങൾ, ഇന്ന രോഗം നിങ്ങൾക്ക് വരുന്നുണ്ടോ, ഇങ്ങനെ രോഗം വരുമോ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ആ രോഗം വരില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? കാരണം നിങ്ങളോട് രണ്ടുപേരോടുമാണ് എനിക്കത് ചോദിക്കാൻ എളുപ്പം സാധാരണക്കാരെക്കാളും. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പോൾ എൻ്റെ ബോഡിയുടെ വിളികൾ ഞാൻ മനസ്സിലാക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് നെഞ്ചരിച്ചിൽ തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഇപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്കൊരു ഹാർട്ട് ബേൺ പോലെ ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യുന്നത് എൻ്റെ ബോഡിയുടെ pH വാല്യൂ മാറി, അസിഡിറ്റി കൂടി എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കുക, എന്നെ വിലയിരുത്തുക. കാരണം ഈ ഡോക്ടേഴ്സും വൈദ്യരും ഒക്കെ വന്നതാണ്, ഞാൻ അതിനെല്ലാം സയൻസിനെ എല്ലാം ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിലും ഉപരി എൻ്റെ ശരീരത്തിൻ്റെ വൈദ്യൻ ഞാനായിരിക്കണ്ടേ. ഞാൻ എന്തോ ചെയ്യും, ആ സമയത്ത് ആൽക്കലൈൻ കണ്ടൻ്റ് ഉള്ള ഇപ്പോൾ ഒരു ഗ്ലാസ് പശുമ്പാലായിരിക്കും, ഇച്ചിരി നേരിയ മധുരം ഇട്ടിട്ട് ഞാൻ കുടിക്കും. അപ്പോൾ എനിക്കത് ഓട്ടോമാറ്റിക്കലി എൻ്റെ അസിഡിറ്റി ബാലൻസ് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഇല്ലെങ്കിൽ ഞാൻ നല്ലൊരു പ്രോബയോട്ടിക് ഐസ്ക്രീം വാങ്ങിച്ച് ഞാൻ കഴിക്കും. അപ്പോഴും എൻ്റെ നെഞ്ചരിച്ചിൽ മാറാറുണ്ട്. എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് ബാക്കി ഇപ്പം ടോൺസിലൈറ്റിസ് ഉള്ളവൻ തിന്നിട്ട് അതിന് തൊണ്ടവേന വരുത്തി വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഈ ആൽക്കലൈൻ അസിഡിക് ബോഡി റേഷ്യോ നിന്നിട്ടാണ് ഞാൻ എൻ്റെ ബോഡിയെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ചില ഫുഡുകൾ, ഇപ്പോൾ ഈ പറയുന്ന ചൈനീസ് ഫുഡൊക്കെ ചില സമയത്ത് കഴിക്കുമ്പം ഈ പറയുന്ന ഗ്യാസ് ഉണ്ടാവും. അപ്പം വിഷയം രാവിലെയൊക്കെ എണീക്കുമ്പോൾ നന്നായിട്ട് വളി പോവും. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വാട്ടർ കൺസംഷൻ കൂട്ടും. എന്നിട്ട് ഈ കരിവേപ്പില ഇട്ട് തിളപ്പിക്കുക. എനിക്കൊരു പൊടിയുണ്ട്. ഈ പൊടി എന്ന് പറഞ്ഞാൽ കരിവേപ്പില, ഇന്ദുപ്പ്, പനങ്കൽക്കണ്ട്, പുതിനയില, അതേപോലെ ഒരു സാധനമുണ്ട് മല്ലിയില. ഇതെല്ലാം കൂടെ ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു പൊടിയുണ്ട്, ചമ്മന്തി പോലെ. ഇത് ഞാൻ നല്ലെണ്ണയിൽ ചാലിച്ചാണ് ഇഡലിയുടെ കൂടെ കഴിക്കുന്നത്. ഈ പൊടി വീട്ടിൽ ഇരിപ്പുണ്ട്. ഈ പൊടി ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ കലക്കും, ഒരടി അടിക്കും. കരിവേപ്പില, പുതിനയില, മല്ലിയില, ഇന്ദുപ്പ്, പനങ്കൽക്കണ്ട്, ലേശം ഒരു ഉലുവയുടെ ടച്ച്, അസഫറ്റോടെ കായത്തിൻ്റെ പൊടിയും ഒരു ലേശം ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലേശം ഇത് മിക്സ് ചെയ്തിട്ടുള്ളൊരു പൊടിയാണ്. ഞാൻ ചമ്മന്തിപ്പൊടി എന്ന് വിളിക്കും, കൊളസ്ട്രോൾ ബേണർ എന്ന് വിളിക്കും. ചെറിയൊരു പിന്നെ അതിനകത്ത് ഞാൻ തിപ്പലിയും കൂടെ ആഡ് ചെയ്യും. തിപ്പലിയും കൂടെ. അപ്പോൾ എനിക്ക് അതിലിങ്ങനെ പോകുന്ന സമയത്ത് അറിയാൻ പറ്റും എൻ്റെ ഗ്യാസ് പ്രോബ്ലം സോൾവ് ആവും. ഇന്ദുപ്പ്, പനങ്കൽക്കണ്ട് എല്ലാം അതിനകത്ത് ആഡഡ് ആണ്. അപ്പോൾ ഇതൊരു ചമ്മന്തിയായിട്ടും കഴിക്കാം, ഇത് ചുമ്മാ പൊടിയായിട്ട് ഇഡലിക്കകത്ത് കഴിയും. ഇതെല്ലാം ചെയ്തു വെച്ചത് നമ്മളൊരു വൈദ്യൊരു കുടുംബമാണ്. ഈ കൊടകനല ചമ്മന്തി അറിയാമോ? അറിയാം, ഞാൻ കഴിച്ചിട്ടുണ്ട്. കൊടകനല ചമ്മന്തി നമ്മൾ സ്ഥിരം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭക്ഷണത്തിലുള്ള ചില കെമിക്കലുകൾ അല്ലെങ്കിൽ വിഷങ്ങളൊക്കെ അടിക്കുമല്ലോ പച്ചക്കറിയിലൊക്കെ, അതൊക്കെ നമ്മളുടെ എന്ത് ചെയ്യും, കൊടകനല അകത്തേക്ക് ചെയ്യുന്നത്. അത് കൊടകനല സാധാ തെങ്ങിന്റെ ചുവട്ടിലൊക്കെ കാണുന്ന സാധനം ഈ പറയുന്നത് നല്ല കെമിക്കലെല്ലാം നിർവീര്യമാണ്. ഡോക്ടറിന് എന്താണ് ഇന്നത്തെ തലമുറയോട് ഒരു ഡോക്ടർ പൾസ് എന്ന രീതിയിൽ ഇത്രയും പേഷ്യൻസിനെയൊക്കെ കണ്ട് ഡോക്ടർ സന്തോഷപ്പെടുന്ന ഒരാളൊന്നുമല്ല. ഡോക്ടർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോഴേ ഏകദേശം 100-100ഓളം പേഷ്യൻസിനെ പിണക്കിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. സീരിയസ്ലി എൻ്റെ അടുത്ത് ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് വിടേണ്ടതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഡോക്ടറിന് ഈ ഇപ്പോൾ ഫുഡ് റിലേറ്റ് ചെയ്തിട്ട് മണികണ്ഠൻ ഉൾപ്പെടെ ഉള്ള ഫിലിം സ്റ്റാർസുണ്ട് അല്ലേ, സെലിബ്രിറ്റീസുണ്ട്, ഇവരോട് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണം, അതായത് നമുക്ക് എന്തും കഴിക്കാവുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടങ്ങനെയല്ല. നമുക്ക് വിശപ്പ് എന്ന് പറയുന്ന ഏറ്റവും വലിയ രുചി ഉണ്ടായിരുന്നതുകൊണ്ട് പല രോഗങ്ങളും വരത്തില്ലായിരുന്നു. ഇന്നങ്ങനെയല്ല, നമ്മൾ വിശപ്പില്ലാതെയാണ് കഴിക്കുന്നത്. അപ്പം നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യുക, ഈ മുളക് പൊടി കൂടുതൽ അല്ലെങ്കിൽ എണ്ണയെ വറുത്തത് അങ്ങനെയുള്ള അനാരോഗ്യമായിട്ടുള്ള ശീലങ്ങൾ നമുക്കറിയാം. ആ ശീലങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പല റിസർച്ചും വരുന്നുണ്ട്. സ്റ്റെം സെൽ തെറാപ്പി പോലുള്ള പല റിസർച്ചും വരുന്നുണ്ട്. അതായത് നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് ഈ 7 തലമുറ മുകളിൽ ഏത് രോഗമുണ്ടായിരുന്നു എന്നറിയാൻ പറ്റും. അതായത് എൻ്റെ കൊച്ചുമോനല്ല 7 തലമുറ കഴിഞ്ഞിട്ടുള്ള മോന് ചിലപ്പോൾ എന്ത് ചെയ്യുക, നമ്മളുടെ റിസർച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, അപ്പോൾ അവൻ എന്നെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അവൻ എന്നെ എന്ത് ചെയ്യും, തെറി വിളിക്കും. എന്ത് ചെയ്യാ, അവന് മര്യാദയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രമേഹം വരില്ലായിരുന്നോ, വരാതെ നോക്കാൻ മേലായിരുന്നോ എന്ന്
നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അടുത്ത തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കേണ്ടത്. ഡോക്ടറെ, എനിക്ക് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ചോദ്യം, എനിക്കൊന്ന് മണികണ്ഠനും റിലേറ്റ് ചെയ്യാൻ വേണ്ടി. പലർക്കും ഡയബറ്റിക് വരുന്നു. അപ്പോൾ ഈ ഡയബറ്റിക് വരുന്ന സമയത്ത് പലരും സംസാരിക്കുന്ന ഒരു കാര്യം ഇത് ജനറ്റിക്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഡോക്ടറെ, 4 തലമുറയ്ക്ക് മേളിൽ ഒരു തന്തയുടെ പേര് പറഞ്ഞാൽ പോലും നമുക്കറിയില്ല. ഇതാണ് നമ്മളെ ലൈഫ്. അപ്പോൾ ഈ ജനറ്റിക്കലി വരുന്ന രോഗങ്ങൾ ചിലപ്പോൾ ഈ 4 തലമുറയിൽ ഉണ്ടായതായിരിക്കും. എന്തായാലും എൻ്റെ പൂർവികരിൽ ഡയബറ്റിക്കും കൊണ്ടൊന്നും ആയിരിക്കത്തില്ലല്ലോ ഭൂമിയിലേക്ക് വന്നതാണോ? അപ്പോൾ ഒരു പക്ഷെ അങ്ങനാണെങ്കിൽ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഉറപ്പായിട്ടും ഈ അസുഖം മാറ്റിക്കൂടെ? സുഖമായിട്ട് മാറും. അതിനുള്ള തെളിവുകൾ ശരിക്കും ഈ കഴിഞ്ഞ ദിവസം 2-3 പത്രത്തിൽ ഇത് വന്നിരുന്നു. വലിയ പത്രങ്ങളൊന്നും കൊടുത്തൊന്നും എനിക്കറിയില്ല. ഡയബറ്റിക് ഹബ്ബായിരുന്ന കേരളം ഇന്നീ ഓൺലൈൻ എന്ത് ചെയ്യുക, പുഷുണ്ട്. ഓൺലൈനിൽ നമ്മളുടെ ഭക്ഷണം പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ യൂട്യൂബർമാർ ഭക്ഷണത്തിനെ പറ്റി പറയുന്നത് മലയാളത്തിലാണ് എന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അങ്ങനെ നമ്മൾ ഡയബറ്റിക് ഹബ്ബായിരുന്ന അല്ലെങ്കിൽ പ്രമേഹത്തിൽ നമ്പർ 1 ആയിരുന്ന കേരളം ഇപ്പം 4ാം സ്ഥാനത്താണ്. മണികണ്ഠൻ അറിയോ, ഇദ്ദേഹം ഒരു കലാകാരനും കൂടാണ്. ആയിരിക്കുമല്ലോ, ഉറപ്പായിട്ടും. എങ്ങനെയാ പറയും, എന്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ കലാവാസന? ഒന്ന് വിലയിരുത്ത്. പാട്ട് പാടും രണ്ടുപേരും. ഞാനല്ല ശരിക്കും പറഞ്ഞ കലാകാരൻ എൻ്റെ വൈഫാണ്. വൈഫ് കുംഭമേളയിലൊക്കെ പോയി പാട്ടൊക്കെ പാടി, കൂടെ ഭർത്താവും പാടിയിട്ട് പോയാൽ ഡോറങ്ങ് കുറ്റിയിറേ. ജഗ്ഗി വാസുദേവ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അക്സെപ്റ്റ് ദ കണ്ടീഷൻ. അക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവസ്ഥകളിലും സന്തോഷിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു അവസ്ഥ. ഇപ്പം നമ്മളുടെ മോഹൻലാൽ വരെ പറയാറുണ്ട്, തലവേദനയെ സ്നേഹിക്കുക, വിശപ്പിനെ സ്നേഹിക്കുക. പക്ഷെ അത് എളുപ്പമല്ല. ഞാൻ കുറേ നാളത് ശ്രമിച്ചു നിന്നിട്ട് നടന്നില്ല, അത് വേറെ കാര്യം. അപ്പം നമുക്ക് അങ്ങനെ ഒരു പാട്ട് തന്നെ പാടാം. സുഖമാണീ നിലാവ്, എന്തു സുഖമാണീ കാറ്റ്, അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. ഓക്കെ. അല്ല, ഇത് നമുക്ക് രാവിലെ എണീറ്റേ ഇതൊക്കെ ഒന്ന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഓക്കെ അല്ലേ? അപ്പോൾ ഡോക്ടറിന് സമ്മാനമുണ്ട്. ലോകപ്രശസ്തമായ 7 ഗ്രന്ഥങ്ങളാണ് എള്ളുണ്ടെ പറ്റി എഴുതിയിട്ടുള്ളത്. അതിലൊന്നെൻ്റെ. പക്ഷെ ഇത്രയും നല്ല ടേസ്റ്റായിട്ട് എള്ളുണ്ട കഴിച്ചത്. വിളിച്ചില്ലേ? പാടണ്ട. புதுவெள்ளை மழை இங்கு பொழிகின்றது, ஒரு கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. എൻ്റെ അമ്മച്ചേ, അറിയാവുന്നവര് കേട്ടു. ആ രാഗമുണ്ട്, ആ പാട്ടുണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമുള്ളത് മാത്രം പാടിയത്. അത് പാടാൻ ഇഷ്ടമുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കണ്ട, ഇവിടെ ഗപ്പൊന്നുമില്ല. എൻ്റെ കപ്പ അതാ, ഇവിടെ ഞാനൊരു എള്ളുണ്ട് തരണമെങ്കിൽ പാടണം. അതിനിപ്പോൾ അക്കിത്തിക്ക് താന വരുമ്പോൾ കല്ലേ കുത്ത് കരിങ്കുത്തായാലും ശരി. ആ കളി കളിച്ചിട്ടുണ്ടോ? അക്കിത്തിക്ക് താന വരുമ്പോൾ കളിച്ചില്ല? കീ പമ്പരം കളിച്ചിട്ടുണ്ടോ? കുട്ടിക്കാലം ഒന്നും എൻജോയ് ചെയ്തിട്ടില്ല. ബ്ലഡി മങ്കീസ് അല്ലേ? എൻ്റെ ഡോക്ടറെ എന്തൊക്കെ കളിച്ച് കളഞ്ഞും പോലീസും കുട്ടിയും കോലും. ആ ഇത് എന്നാലും ഈർക്കിൽ വെച്ചിട്ട് ഇങ്ങനെ കീ പമ്പരം, അതിനാ പറയുന്ന പടി കീ പമ്പരം, വെള്ളക്ക കുത്തിയിട്ട് മറ്റേ പമ്പരം. അതെ. പിന്നെ നാടൻ ചീട്ടുകൾ അക്കിത്തിക്ക് കളിച്ചിട്ടുണ്ടോ? അത് മുച്ചിട്ടുകാരൻ. നമ്മളവിടെ വന്നിട്ടില്ല കേട്ടോ, നമ്മളവിടെ വന്നിട്ടില്ല. ഈ അക്കിത്തിക്ക് കളിച്ചിട്ടുണ്ടോ? അക്കിത്തിക്ക് നാടൻ പട്ടയൊക്കെ ഇട്ട് ഡോക്ടറെ പുള്ളി ചീട്ട് വരെ എത്തിയോളൂ, അങ്ങോട്ട് കേറിയില്ല. നമ്മുടെ ഈ ഇന്റർവ്യൂവിന് എല്ലാ ഇന്റർവ്യൂവിനും ഒരു മൂഡ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ആദ്യം ഒരു സിനിമാ നടൻ വരുന്നു, സിനിമയെക്കുറിച്ചും അയാളുടെ ജീവിതത്തെക്കുറിച്ചും. പെട്ടെന്നൊരു ഡോക്ടർ വന്ന് പിന്നെ കംപ്ലീറ്റ് ആരോഗ്യപരമായ കാര്യങ്ങളെ അവിടെ നിന്ന് നേരെ പട്ടയം മുട്ടയും. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എള്ളുണ്ടല്ല, ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഏകദേശം എണ്ണം എടുക്കുകയാണെങ്കിൽ
അത്യാവശ്യം ഇൻ്റർവ്യൂസ് ആയി. കാരണം ഞാനങ്ങനെ നിബന്ധനകൾ വെച്ച് പോകുന്ന ഒരാളല്ല. അവരുടെ ചാനൽ ഏതാണ്, അവർക്ക് എന്തുണ്ട്, നമുക്കെന്താണ് അവരുടെ അടുത്ത് പോയാൽ, അങ്ങനെയൊന്നും നോക്കാറില്ല. ഒരു മനുഷ്യൻ എന്നെ വിശ്വസിച്ച് വിളിച്ചാൽ ആ വിശ്വാസം കാത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. മാക്സിമം എല്ലാവർക്കും പുതിയതായാലും മൊബൈലിൽ വരെ വന്ന് എൻ്റെ അടുത്ത് ചുമ്മാ മൊബൈലിൽ വീട്ടിൽ വന്നിട്ട് ബൈറ്റ് എടുത്തിട്ട് പോകും. ഞാൻ ഉറങ്ങി എണീറ്റ് ഒരു ദിവസം വരെ ചേട്ടാ ഒരു ബൈറ്റ് വരുമോ. അപ്പം അവൻ എവിടെ നിന്നാ വന്നെ, മൂവാറ്റുപുഴയിൽ നിന്ന് വരിക എന്നെ കാണാം. അപ്പം അവൻ്റെ വിശ്വാസമാണ് മൂവാറ്റുപുഴയിൽ നിന്ന് ഒന്നുമില്ലാതെ വിളിച്ച് പറയാതെ ഒരു ചെറിയ ഐഫോൺ പോലും ഒന്നുമല്ല സാധാരണ മൊബൈലിൽ വന്നാൽ മണികണ്ഠൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു വീഡിയോ കിട്ടും എന്നുള്ള അവൻ്റെ വിശ്വാസമാണ്. അപ്പം അതല്ല എനിക്ക് വേണ്ടേ. ശരി, കോടി പൈസ അല്ലല്ലോ, ഒരാളെന്നെ വിശ്വസിച്ച് അത്രയും ദൂരം തന്നെ. അപ്പം അവന് കൊടുക്കാന്നുള്ള. അപ്പം അങ്ങനെ പോയതിൽ നമുക്കൊരു ധാരണയുണ്ട് ഇൻ്റർവ്യൂ എന്തായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പഠിക്കാറില്ല. അവരെന്ത് ചോദിക്കുന്നു അവരെന്താണോ അതിന് ഓപ്പോസിറ്റ് ആവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇൻ്റർവ്യൂസിനൊക്കെ ഒരു സത്യസന്ധത ഉണ്ടാവാറുണ്ട്. ഷെഫിൻ്റെ ചോദ്യങ്ങൾ എനിക്ക് ചോദ്യങ്ങളായിട്ടല്ല, എൻ്റെ കൂടെ ജീവിച്ച ഒരാൾ ഇവിടെ മറ്റേ കാര്യമില്ലേ, നമ്മൾ 7ാം ക്ലാസ്സിൽ നീ പഠിച്ചപ്പോൾ നീ മറന്നുപോയാ എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്ന പോലുള്ള ഒരു ബന്ധം. ഞാൻ പല കാര്യങ്ങളും എൻ്റെ ഫാമിലി പറയും. മണിച്ചേട്ടൻ അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു. മണിച്ചേട്ടൻ എപ്പോഴും കരയുന്നു, ഈ ദാരിദ്ര്യം പറയുന്നു. അത് മറ്റു നിങ്ങൾ കേൾക്കുന്നവർക്കത് ഡ്രാമയായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഈ ദാരിദ്ര്യം ഒരു നാണക്കേടായിട്ട് തോന്നാം. പക്ഷേ അത് അനുഭവിച്ചവന് ഒരിക്കലും മറക്കാൻ പറ്റില്ല, മാറ്റി വയ്ക്കാൻ പറ്റില്ല. അവൻ്റെ വിജയം അതാണ്. സങ്കടം മാത്രമല്ല, ഇത് പറയുമ്പോൾ വരുന്ന എക്സ്പ്രഷൻ സങ്കടമാണെങ്കിലും ഉള്ളിൽ അഭിമാനമുണ്ട്. അന്ന് ഞാൻ അത് പെട്ടത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മാത്രമല്ല ആ കഥകൾ ഒരുപാട്. പിന്നെ ഓരോ ഞാൻ മറ്റ് ചാനലിൽ കൊടുത്തത് ആ ചാനലിൻ്റെ വ്യൂ അല്ല ഷെഫിൻ്റെ ചാനൽ കാണുന്ന ആളുകൾ. ഇപ്പോൾ പുതിയ പുതിയ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് യൂട്യൂബിൽ ഇങ്ങനെ കിടക്കും, നമ്മൾ പോയാലും ഈ വീഡിയോ അവിടെ കിടക്കും. പിന്നെ വരുന്ന ഒരു 17 വയസ്സുകാരൻ കാണുമ്പോൾ അമ്മയുടെ മെക്കിട്ട് കയറുന്നവൻ കുറേ വർഷം കഴിഞ്ഞ് എന്നെപ്പോലെ തന്നെ 40 വയസ്സാകുമ്പോൾ അമ്മ മരിച്ചു കഴിയുമ്പോൾ ഇതേപോലെ വേദന ഉണ്ടാവും. ഞാൻ ആ വേദന അടക്കിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. മനസ്സിലായി. ഭയങ്കര മാതാപിതാക്കളെയൊക്കെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു സെക്കൻഡ് ചാൻസ് ഇല്ലാത്ത ജീവിതം. അയ്യോ, നമുക്ക് തിരുത്താൻ പറ്റില്ല. അമ്മ മരിച്ചപ്പോൾ ഏറ്റവും വലിയ വിഷമം അതായിരുന്നു. അതെ, ഒരവസരവും കൂടെ ഇല്ലല്ലേ. അതായത് ഇതിന് ഞാൻ എപ്പോഴും പറയും, പെയിൻ ഹാസ് ടു ബി എക്സ്പീരിയൻസ്ഡ്, ക്യാൻ നെവർ ബി എക്സ്പ്ലെയിൻഡ്. ഒരാളുടെ വേദനയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലാവില്ല, അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പോൾ ഒരു എള്ളുണ്ട താങ്കൾ പലയിടത്തു നിന്നും കഴിച്ചിട്ടുണ്ടാവും അല്ലേ. ഈ എള്ളുണ്ട താങ്കൾക്ക് എന്നും ഒരു ഓർമ്മയായിരിക്കും. താങ്ക് യു. കടിച്ചാൽ പൊട്ടാത്ത എള്ളുണ്ടയാണ് കഴിച്ചിട്ടുള്ളത് അല്ലേ. അതെ അതെ. ഇത് ഫുള്ളായിട്ടൊന്ന് വയലിട്ട് ഒരു ചവച്ചോ. ആ, അവിടെ ഇരിക്കും. ഇനി ജീവിതത്തിൽ എന്നൊരു എള്ളുണ്ട കണ്ടാലും അത് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു. ഈ എള്ളുണ്ടായിട്ടാണ് ജോഷി സാർ എന്നെ വിളിക്കുന്നത്. കഴിച്ചിട്ട് എൻ്റെ ഫോണിൽ മിസ് കോൾ കിടക്കുന്നു. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ജോഷിയാണ്. ഞാൻ ഞെട്ടി, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ലെജൻഡറി പേഴ്സണാലിറ്റി. ഞാൻ പറഞ്ഞു സാറേ ഞാൻ എള്ളുണ്ട കഴിച്ചു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. ഞാൻ എനിക്കൊന്ന് കാണണം, എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ പോയി കണ്ടു, നേരിട്ട് കണ്ടു, സംസാരിച്ചു. ഈ എള്ളുണ്ട മാജിക് ഒരു ഭയങ്കരമാണ്. എങ്ങനെയുണ്ട് ഡോക്ടറെ എള്ളുണ്ട? സോ ഡോക്ടറുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഇതിൽ ഈ എള്ളുണ്ട കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് നാക്കിലേക്ക് അലിയുന്ന എള്ളുണ്ടയൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ടാണ് എള്ളുണ്ട ഇത്രയും നല്ല ടേസ്റ്റി. നമുക്ക് എള്ള് കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ എള്ള് കഴിക്കണം, മസിലിന് വേണം എന്നുള്ളതല്ലേ. പക്ഷെ ഇത് ടേസ്റ്റായിട്ട് എള്ളുണ്ട്, അതും വേറൊരു കെമിക്കൽ ചൊവ ഇല്ല എന്നുള്ളതാണ്. എള്ള് മുളപ്പിച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഡിഡ് യു എൻജോയ് ദ പ്രോഗ്രാം? ഡിഡ് യു എൻജോയ് ദ ഷോ? ഭയങ്കരമായിട്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് മനസ്സിൽ നിന്ന് വരുന്നതാണ് വൈദ്യം എന്ന് പറയും. മനസ്സിൽ നിന്ന് വരുന്നതാണ് ശരിക്കുമുള്ള പാചകവും, മനസ്സിൽ നിന്ന് വരുന്നതാണ് അഭിനയവും. അപ്പോൾ ഈ 3 മനസ്സ്, ഇത് 3 സ്റ്റേറ്റ് ആണല്ലോ. ഈ 3 സ്റ്റേറ്റിൻ്റെ സമ്മേളനം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു യോജിപ്പാണ് ഇന്നത്തെ പ്രോഗ്രാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അത് പൊളിച്ച്. ഡോക്ടർ ചെറിയ മനുഷ്യനൊന്നും അല്ല കേട്ടോ, ഒരു വലിയ മനുഷ്യനാണ് അല്ലേ. മണികണ്ഠൻ ഇനി പോയി കാണാം. ഈ പ്രോഗ്രാം ഇവിടെ കഴിയാൻ പോവാണ്. അപ്പോൾ ഈ പ്രോഗ്രാം കഴിയാൻ പോകുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ ഇങ്ങോട്ട് നോക്കരുത്, കണ്ണടച്ചിരിക്കണം. ആ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ല അതൊന്നും പറയത്തില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പിള്ളേർ വന്നിട്ട് ഇനി തുറന്നോ നമ്മളെ പരിപാടിയിൽ നിങ്ങൾ വന്നു. ഇതിപ്പോൾ ഒരു ഓർമ്മകളാണ്. ഡോക്ടർ കണ്ണു തുറന്നോ? റെഡിയല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം എടുത്ത് ഇങ്ങനെ വയലിടും. എന്തുവാടാ വേണോ, നിനക്ക് വേണോ?
കൊള്ളാം. അല്ലേ? ഇങ്ങനെ തുറന്നു കാണിക്കുന്ന അല്ലേ? എന്നാ നിനക്ക് വേണോ? കറക്റ്റാട്ടോ. ആ സുഹൃത്തുക്കളെയൊക്കെ ഓർത്തിന്. ആ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ എപ്പിസോഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ഡൈൻ വിത്ത് നളൻ ആൻഡ് വി ആർ ഗോയിങ് ടു സൈൻ ഔട്ട്. ഐ ഹോപ്പ് ദാറ്റ് യു ഗൈസ് ഹാഡ് എ വണ്ടർഫുൾ ടൈം. ഇതുപോലത്തെ വിശേഷങ്ങളും കഥകളും ഞങ്ങളുടെ കുട്ടിക്കാലത്തിൻ്റെ സ്റ്റോറീസും ഇതേപോലത്തെ വ്യക്തിത്വങ്ങളുടെ കൊച്ചു കൊച്ചു ഓർമ്മകൾ നിങ്ങളുടെ ഇടയിൽ പങ്കുവെച്ച് നിങ്ങൾക്കതൊരു പ്രചോദനമാവുമെങ്കിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇതൊരു കഥ കേൾക്കുന്നതാണ് കേട്ടിരിക്കുക. ഞങ്ങൾ മോർ ഡിഷസ് മോർ സ്റ്റോറീസ്. ഡൈൻ വിത്ത് നളൻ. ബൈ.